രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ കാലത്തിന് കൊടിയിറങ്ങുകയാണ്. ഇനിയും വലിയ ചോദ്യങ്ങൾ വേറെ ബാക്കി കിടക്കുന്നു രാഷ്ട്രീയ കേരളത്തിന്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ പ്രതികളാക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന മനുഷ്യരെ രാഷ്ട്രീയമായി സംരക്ഷിക്കുന്നത് ആര് എന്ന ചോദ്യം ഇനിയും ഉത്തരം കിട്ടാതെ അവിടെ നിൽക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ ആസൂത്രകൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയുമായിരുന്ന ശ്രീ പത്മകുമാറാണ് എന്ന് പറയുന്നു പ്രത്യേക അന്വേഷണ സംഘം. 2 കേസിൽ അദ്ദേഹത്തിന് ജാമ്യമില്ല, ജയിലിനകത്താണ്. എന്നിട്ടും പക്ഷേ അദ്ദേഹത്തിനെതിരെ സംഘടനാ നടപടി ആലോചിക്കുന്നില്ല എന്ന് പറയുന്നു CPIM. അതെന്തുകൊണ്ടായിരിക്കും? അകത്ത് കിടക്കുന്നയാൾക്ക് രാഷ്ട്രീയ പ്രവർത്തനമൊന്നും നടത്താൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് നടപടിക്ക് അർത്ഥമില്ല എന്ന വിദണ്ഡവാദമാണ് CPIM സംസ്ഥാന സെക്രട്ടറി ഇന്ന് മുന്നോട്ട് വെച്ചത്. എന്നാൽ പത്മകുമാർ കുറ്റക്കാരനാണെന്ന വാചകം പറയുമോ? അതില്ല. പത്മകുമാറിനെ തള്ളിക്കളയുമോ? അതില്ല. എന്തുകൊണ്ടാണ് അത്? ഈ അന്വേഷണം മുന്നോട്ട് പോകും തോറും ഇങ്ങനെ വലിയ നേതാക്കൾ വരാനുണ്ടെന്നും പ്രതികളാക്കപ്പെടുന്നവരെ പുറത്താക്കി തുടങ്ങിയാൽ അതിനെ സമയമുണ്ടാകൂ എന്നും ഭയപ്പെടുന്നോ? അല്ലെങ്കിൽ വലിയവരെ പുറത്താക്കേണ്ടി വരുമെന്ന് ഭയപ്പെടുന്നോ? അതോ പത്മകുമാറിനെ സംരക്ഷിക്കാത്ത പക്ഷം വലിയ പേരുകൾ പുറത്തേക്ക് വരുമെന്ന് പേടി തോന്നുന്നോ പാർട്ടിക്ക്? എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്ര വലിയ സമ്മർദ്ദ കാലത്തും പത്മകുമാറിനെ പോലെയുള്ള നേതാക്കളെ പാർട്ടി ഇപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് ഇതാ കൺമുന്നിൽ വന്ന് നിൽക്കുകയാണ്. അല്പമണിക്കൂറുകൾ കൂടി മാത്രമേ പോളിംഗ് ബൂത്തുകൾ തുറക്കാൻ ബാക്കിയുള്ളൂ. എന്നിട്ടും ഈ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി CPIM അത് ഈ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ളയുടെ ചൂടേൽക്കേണ്ടി വരുമോ? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷനോട്. ഈ ചർച്ചയിൽ റെജി ലൂക്കോസ്, CPIM സഹയാത്രികൻ, സജൽ ഇബ്രാഹിം മുസ്ലിം ലീഗിൽ നിന്ന്, ഒപ്പം തന്നെ ശ്രീ ദാമോദർ പ്രസാദ് നിരീക്ഷകൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ റെജി ലൂക്കോസ്, സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസിലെ മുഖ്യ ആസൂത്രകനായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും കോടതി ജാമ്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന പത്മകുമാറിനോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണോ ഈ തെരഞ്ഞെടുപ്പിൽ CPIM ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്? നിഷാദെ, ആദ്യമായിട്ട് പറയാനുള്ളത്, അദ്ദേഹം ഒരു മുൻ MLA ആണ്, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം ഇപ്പം ജയിലിലാണ്. നിങ്ങൾ മാധ്യമങ്ങളും പ്രതിപക്ഷത്തെ രാഷ്ട്രീയ കക്ഷികളും നേതാക്കന്മാരും ഈ അന്വേഷണ തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ആരംഭിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഇത് ചില ഉദ്യോഗസ്ഥന്മാരെ പഴിചാരി അവരുടെ തലയ്ക്ക് വെച്ച് ഈ സമരം ഈ അന്വേഷണം അവസാനിപ്പിക്കും. അന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ്. ഒരു സമുന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ ആരാണെങ്കിലും, അത് പാർട്ടി പ്രവർത്തകരാണെങ്കിൽ പോലും സംരക്ഷിക്കത്തില്ല, നിയമം അതിന് കർശന വഴിയിലൂടെ പോകുമെന്ന് പറഞ്ഞു. ഇത് മുഖ്യമന്ത്രി പറഞ്ഞു, 4 തവണ ആവർത്തിച്ച് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറഞ്ഞു. അപ്പോഴെന്താ നിങ്ങൾ ആദ്യം പ്രഖ്യാപിച്ചത്? സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്തുകൊണ്ട് അവരിൽ സ്വാധീനം ചെലുത്തി ഈ ഉദ്യോഗസ്ഥന്മാരിൽ, ഈ കൊള്ളക്കാരായ ഉദ്യോഗസ്ഥന്മാരിൽ മാത്രം ഈ അന്വേഷണം എത്തിച്ച് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു പോയി. പിന്നീട് അതല്ലാതെ തെളിഞ്ഞത് ആരെയാ? N വാസുവിനെ 2 തവണ ദേവസ്വം ബോർഡ് കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന N വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അപ്പോൾ നിങ്ങൾ പറഞ്ഞു അയാളൊരു സജീവ CPIംകാരനല്ല, സഹയാത്രികനേ ഉള്ളൂ, ഇതോടുകൂടി അവസാനിക്കുമെന്ന് പറഞ്ഞു. മൂന്നാമത് ഈ പറയുന്ന M പത്മകുമാറിനെ മുൻ MLA അറസ്റ്റ് ചെയ്ത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായ 32 വർഷം ജില്ലാ എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന ജില്ലാ സെൻട്രലിലുണ്ടായിരുന്ന ആളെ അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളിപ്പോൾ പുതിയ ഇതുമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു, അയാളെ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. അപ്പം നിങ്ങളുടെ ഈ 3 ആരോപണങ്ങൾക്കും മറുപടി ഇല്ലാതെ കുഴഞ്ഞപ്പോൾ ഇപ്പോൾ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് എന്തുകൊണ്ടെന്നുള്ളതാണ് പുതിയ ഭാഷ്യം. അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. അത് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറഞ്ഞു, അയാളിപ്പോൾ ജയിലിൽ കിടക്കുക, ഞങ്ങൾക്ക് അയാളോട്ടൊരു ബന്ധവുമില്ല, പിന്നെ മറ്റൊക്കെ സാങ്കേതിക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു മറുപടിക്ക് അതുണ്ടോ? അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ ഹൈക്കോടതി നിരീക്ഷകരാണെങ്കിലും നിങ്ങൾ തന്നെ പറഞ്ഞ ഭാഷ്യത്തിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് ഈ പാർട്ടിയുടെ പോകുന്ന അന്വേഷണമല്ല, ശരിയായ അന്വേഷണം, നിങ്ങളുടെ അതായത് നിങ്ങളുടെ അന്വേഷണം, നിങ്ങൾ നന്നായി കൊണ്ടുപോകുന്ന അന്വേഷണം എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ അത് ശരിയായ അന്വേഷണമായിരിക്കുമല്ലോ. ആ അന്വേഷണത്തിൽ പ്രതി ചേർക്കപ്പെട്ടയാൾ, മുഖ്യ ആസൂത്രകൻ എന്ന് കണ്ടെത്തിയിരിക്കുന്ന ആൾ, അത് ശരിയായ കണ്ടെത്തലുമായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ. കാരണം നിങ്ങൾ പറയുന്നത് ഇതൊരു ട്രൂ ഇൻവെസ്റ്റിഗേഷൻ ആണെന്നാണ്. ട്രൂ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ അതിൻ്റെ കണ്ടെത്തലും ട്രൂ ആയിരിക്കുമല്ലോ. അപ്പോൾ പത്മകുമാർ പാർട്ടിക്ക് നിരക്കാത്ത പണിയെടുത്ത ആളാണ്. പത്മകുമാർ എന്ന് പറയുന്ന ആൾ ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം കക്കാൻ മുഖ്യ ആസൂത്രണം നടത്തിയ ആളാണ്. ട്രൂ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നു പ്രതി മാത്രമാണ്, പോലീസ് ആരോപിക്കുന്നതാണ് എന്ന്. ഇപ്പോൾ നിങ്ങൾ പറയുന്നു പോലീസ് ഞങ്ങൾ നന്നായി വൃത്തിയായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. രണ്ടും കൂടെ പറയരുത്. സത്യത്തിൽ ഈ പത്മകുമാർ കുഴപ്പക്കാരനാണോ അല്ലയോ അത് പറ. അല്ലല്ല,
അല്ല, അതിലേക്ക് തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ 3 മാസമായിട്ട് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നതും മാധ്യമങ്ങളിലൂടെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ 3 ഘട്ടത്തിലുള്ള ആരോപണങ്ങൾ. ഇവിടെ നിങ്ങളിപ്പം ശ്രമിക്കുന്നത് എന്താണ്? ഈ 3 തവണയും ഈ പാർട്ടിയുടെ അന്വേഷണത്തിലോ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ നിയന്ത്രണത്തിലോ ഉള്ള സർക്കാർ അവരെ സംരക്ഷിക്കുന്നു പറഞ്ഞപ്പോൾ ഇപ്പം എന്നോട് നിഷാദ് ചോദ്യം ചോദിച്ചു, നിങ്ങൾ നല്ല രീതിയിലാണല്ലോ ഈ അന്വേഷണം നടത്തുന്നത്. അല്ല, അവിടെയാണ് നിങ്ങൾ ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ബുദ്ധിപൂർവമായ ചോദ്യം എന്നോട് ചോദിച്ചു. എന്താ അറിയോ, ഇത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ഡയറക്റ്റ് നിരീക്ഷണത്തിലാണ്. നിങ്ങൾ പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ സ്വാധീനിക്കുന്നു. ഡയറക്റ്റ് നിരീക്ഷണത്തിലാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വിഷയം അന്വേഷണം അവസാനിപ്പിക്കും നിങ്ങൾ പറഞ്ഞു. പക്ഷേ എല്ലാവരിലേക്കും പോയില്ലേ? അതാണ് ഈ സർക്കാരിന്റെ സ്ഥൈര്യം എന്ന വാക്ക്. അത് വേണ്ട. ഹൈക്കോടതി നിർദ്ദേശം കൊടുക്കുന്നതുകൊണ്ടും മോണിറ്റർ ചെയ്യുന്നതുകൊണ്ടും പലരെയും പിടിച്ചു. അങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾ കേരളത്തിലെ പൊതുജനത്തിന് മുമ്പിൽ CPM-നെ വിചാരണ ചെയ്യാൻ നടത്തിയൊരു നരേഷൻ അടിമുടി പൊളിഞ്ഞതിൻ്റെ നിരാശ കൊണ്ടാണ് ഇപ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചത്. കാരണം ഞാനിവിടെ പറഞ്ഞത് മുഴുവൻ കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. പൗരാണിക കാലത്ത് സംഭവിച്ചാൽ കഴിഞ്ഞ 4 മാസത്തിനിടയ്ക്ക് കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ സാങ്കേതികപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന് പറയുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിന് 1% പോലും അർഹതപ്പെടാത്ത ഒരു രാഷ്ട്രീയ നേതാവിനെ സംരക്ഷണ കവചം ഒരുക്കാൻ വേണ്ടി നടത്തുന്നതിനാണ് ഇപ്പോൾ നിങ്ങൾ പത്മകുമാറിനെ കൊണ്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? അതിനൊറ്റ കാരണമേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഈ പാർട്ടി നയിക്കുന്ന സർക്കാരിൻ്റെയും അന്തസ്സും ആർജവത്തുള്ള നിലപാടുകൾക്ക് ഒരു പൊതു സ്വീകാര്യത കിട്ടിയിരിക്കുന്നു. പാർട്ടിയുടെ അന്തസ്സും ആർജവും പൂർണ്ണമാകണമെങ്കിൽ പത്മകുമാർ എന്ന് പറയുന്ന ശബരിമലയിലെ സ്വർണ്ണ കൊള്ള അതിന് നേതൃത്വം കൊടുത്ത ആളെ മാറ്റി നിർത്തണ്ടേ? അയാൾ ജയിലിൽ കിടക്കുന്നതുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് മാറ്റാൻ കഴിയില്ലല്ലോ എന്ന വാദമൊക്കെ സത്യത്തിൽ മലയാളിയെ കളിയാക്കുന്ന പരിപാടിയല്ലേ റെജി ലൂക്കോസ്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആരെയും പുറത്താക്കേണ്ട കാര്യമില്ലല്ലോ. ഏതോ വനത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു വിചാരിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സംഘടനാ പ്രവർത്തനം ഒന്നും നടത്തുന്നില്ലല്ലോ, പിന്നെന്തിന് പുറത്താക്കണം എന്ന വഷളൻ ചോദ്യം കോൺഗ്രസ് ചോദിച്ചില്ലല്ലോ. നിങ്ങളല്ലേ ഈ ചോദ്യം ചോദിക്കുന്നത്? മലയാളിയുടെ മുഖത്ത് നോക്കി കളിയാക്കുന്ന ഈ വഷളൻ ചോദ്യം. ഞാനിപ്പോൾ പറഞ്ഞൊരു സാധൂരണമായി ഈ ചോദ്യം ചോദിച്ചപ്പോൾ എന്താ കാരണം? ഞങ്ങളുടെ ഏതെങ്കിലും നേതാവ് ആരെങ്കിലും ഈ പത്മകുമാറിനെ ന്യായീകരിച്ചൊരു വാക്ക് നിങ്ങൾക്ക് കാണിക്കാവോ? കഴിഞ്ഞ തള്ളിയും പറഞ്ഞിട്ടില്ല. CPIM-ന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പത്മകുമാർ ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്നൊരു വാക്കില്ല. ഞാൻ പറഞ്ഞോളൂ, ഈ ചോദ്യം മറുപടി പൂർത്തീകരിക്കാത്ത എന്തിനാണ് ബ്ലോക്ക് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ നിഷാദോട് പറഞ്ഞു കോൺഗ്രസ് അത്തരം വാക്കുകൾ പറഞ്ഞിട്ടില്ല എന്ന്. അതാണ് ലജ്ജാകരം. കാരണം അറിയോ, ഞങ്ങളുടെ പാർട്ടി പിടിച്ചകത്ത് കിട്ടു, ഞങ്ങളുടെ പോലീസ് അത് ഹൈക്കോടതി നിയന്ത്രണത്തിലാണെങ്കിലും ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല. എന്നാൽ സ്വന്തം പാർട്ടിയിലെ യൂത്ത് ലോക കോൺഗ്രസിന്റെ സ്ഥാനം പുറത്തു കളയുകയും അതുപോലെ തന്നെ സംസ്ഥാന പാർലമെന്റ് കമ്മിറ്റിയിൽ നിന്ന് എടുത്തു കളയുകയും അയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ട് അയാൾക്ക് ന്യായീകരണം ഒഴുക്കുകയും അയാളെ വേദികളിൽ കൊണ്ടുപോവുകയും ചെയ്ത് അയാളെ ന്യായീകരിച്ചതിന്റെ ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാ. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ നിങ്ങൾ ചോദ്യത്തിനുള്ള സിമ്പിൾ മറുപടിയാ. അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോഴും അയക്ക് എവിടെയോ ഒളിച്ചിരിക്കാനായിട്ട്, ബംഗറിൽ ഒളിച്ചിരിക്കാനായിട്ട് സമയം കൊടുക്കുന്നതും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ കേരളം ചിരിച്ചുപോയി. എന്തിനാ ചിരിച്ചാൽ അദ്ദേഹത്തിനെ കളിയാക്കിയല്ല, ആ സത്യം കേട്ട്. എന്താ പറഞ്ഞേ? അത് എവിടെയാണെന്നുള്ളൊരു കോൺഗ്രസ്സുകാർക്ക് അറിയാമല്ലോ, അവിടെ ഒന്ന് കാണിച്ചെന്നാൽ മതി, പോലീസ് അവിടെ പോയി പിടിച്ചോളെന്ന് പറഞ്ഞു. അതാണ് കേരളം ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ പറഞ്ഞത് കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിട്ടില്ല, കോൺഗ്രസിനെ എന്താ പറയാ വല്ലാതെ അങ്ങോട്ട് ന്യായീകരിച്ചപ്പോൾ കോൺഗ്രസ് ആണ് അയാൾക്ക് സംരക്ഷണം ഒരുക്കിയത്. കേരളത്തിൽ ഈ അറപ്പോട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് കേരളത്തിന് ചരിത്രത്തിൽ ഇന്നുവരെ കാണിക്കാത്ത തെമ്മാടത്തിനെ കാണിച്ച ഒരുത്തിന് സസ്പെൻഷനിൽ നിർത്തിയിട്ട് പോലും വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ അവസരം കൊടുത്ത നിങ്ങളെ കൊടുത്ത പാർട്ടിയുടെ പേര് ഈ മിനിഞ്ഞാന്ന് 9 ദിവസം വരെ അയക്ക് വേണ്ടി ന്യായീകരിക്കുകയും മിനിഞ്ഞാന്ന് വരെ KPCC പ്രസിഡന്റ് അയക്ക് വേണ്ടി ന്യായീകരിക്കുകയും ചെയ്ത ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ്. എന്നാൽ ഞങ്ങൾ നിങ്ങൾ എത്ര പേരെ അങ്ങനെ പുറത്താക്കിയിട്ടുണ്ടെന്നുള്ള ചോദ്യമൊക്കെ അവിടെ കിടക്കുകയാണല്ലോ. ഞാൻ ചോദിക്കുന്നത്, പത്മകുമാർ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ട കേസിന്റെ മുഖ്യ ആസൂത്രകനാണ്. സ്വർണം പോയി എന്നത് വസ്തുതയാണ്. ആ സ്വർണം സുരക്ഷിതമായി അവിടെ വെക്കാനും കൊണ്ടു നടക്കാനും പരിപാലിക്കാനുമാണ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പരിപാടി വേറെയാണെന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ അതിന് ആസൂത്രകനുണ്ട്, അതിൽ ഉന്നത സംരക്ഷണമുണ്ട്, അത് വ്യക്തമാണ്. അതിൽ പത്മകുമാർ നിഷ്കളങ്കനല്ല എന്ന് 2 തവണ കോടതിയിൽ വന്നപ്പോഴും കോടതിക്ക് മനസ്സിലായി, അകത്ത് കിടക്കുകയാണ്. നിങ്ങൾക്ക് പക്ഷേ ഇപ്പോഴും അയാളെ തള്ളിപ്പറയാൻ കഴിയുന്നില്ല, നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ വേറെ ഏതൊക്കെ പേരുകാർ ഭയപ്പെടുന്നു പത്മകുമാറിന്റെ നാവിനെ എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. റെജി ലൂക്കോസ്, അങ്ങനെയാണ് ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിച്ചതാണ്.
ഈ കൊള്ളയടിക്ക് നേതൃത്വം നൽകിയത് ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക്, പ്രസിഡന്റോ ആയിട്ടിരുന്നവർക്കോ, അല്ലെങ്കിൽ അവരറിയാതെ കൊണ്ടോ, ഈ തന്ത്രി എന്ന് പറയുന്ന ആളറിയാതെ കൊണ്ടോ, തന്ത്രിക്ക് അറിയാതെ കൊണ്ട് അവിടെ ഒരു ഇല പോലും മാറ്റി വെക്കാൻ പറ്റത്തില്ല, ഒരു പൊടി പോലും. അതതിന്റെ നിയമാവലിയാണ്, അത് വായിച്ചു നോക്കി അറിയാം. അറിയാതെ നടക്കുകയാണെന്നുള്ളത് കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ഭക്തജനങ്ങൾക്ക് മുഴുവൻ ആളുകൾക്ക് അറിയാം. ഈ പറയുന്ന ഈ ക്ലാഡ് ചെയ്ത സ്വർണം, പരിപാവനമായ സ്വർണം, ഒരു പങ്കജ് എന്ന് പറയുന്ന ആളുടെ ഉദാഹരണം പറഞ്ഞപ്പോൾ അതിന് സമാനമായ രീതിയിൽ വിദേശത്തേക്ക് കടത്തിയതായിട്ട് തൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ദയവായി രമേശ് ചെന്നിത്തലയോട് നിഷാദ് ഒരു ചോദ്യം ചോദിക്കണം ഈ ചർച്ചയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭീകരമായ രീതിയിലുള്ള ആ കൊള്ളയും ആ അയ്യപ്പനോട് കാണിച്ച ആ അവഗണനവും ആ സൂചന ഇന്ന് കേരള പോലീസിലോ അല്ലെങ്കിൽ ഹൈക്കോടതി കൊടുക്കൂ. അതോടുകൂടി ആ പ്രശ്നം തീരത്തില്ല. സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ഞാൻ രമേശ് ചെന്നിത്തലയുടെ ചോദ്യങ്ങൾ എടുത്ത് കോട്ട് ചെയ്ത് ചോദിക്കുകയല്ല. ഞാൻ ചോദിക്കുന്നത് ജനറൽ പബ്ലിക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്തുകൊണ്ട് പത്മകുമാറിനെ നിങ്ങൾ മാറ്റി നിർത്താത്തതിന്റെ, കളങ്കിതരെ സംരക്ഷിക്കുന്നതിന്റെ കഥ പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരു പാർട്ടിയാണ്. പത്മകുമാർ 2 തവണയായി കോടതി ജാമ്യം നിഷേധിക്കപ്പെട്ട് 2 കേസിൽ റിമാൻഡിലാണ്. അയാൾ നിങ്ങൾക്ക് ഇപ്പോഴും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമായി അവശേഷിക്കുന്നതിന് പിന്നിൽ നിങ്ങളുടെ വലിയ ഭയപ്പാടുണ്ട്. നിങ്ങളുടെ വേറെ ആൾക്കാർ പത്മകുമാറിന്റെ നാവിലൂടെ പുറത്തു വരുമെന്ന ഭയങ്കരമായ പേടി നിങ്ങളെ ബാധിച്ചിരിക്കുകയാണ്. അല്ല, അതോ ഒരു എന്താ പറയുക, ഞാനൊരു ഹാസ്യാത്മകമായിട്ടാണ് അത് കേട്ടത്. കാരണം നിങ്ങൾ തന്നെ അതിന് മുമ്പ് പറഞ്ഞെന്താ, പത്മകുമാറിലേക്ക് ഒരിക്കലും അന്വേഷണം പോകത്തില്ല, അയാളെ പിടിച്ചിടില്ല. കാരണം പത്മകുമാറിനെ പിടിച്ചിട്ടാൽ കേരളത്തിലെ പല CPM സമുന്നത നേതാക്കളുടെയും, പ്രത്യേകിച്ച് നിരപരാധി എന്ന് വിശ്വസിക്കുന്ന കടകംപള്ളി സുരേന്ദ്രന്റെയും മുഖം ജനങ്ങളുടെ മുമ്പിൽ തെളിയത് ഈ പാർട്ടിക്ക് ഡാമേജ് ആണ് എന്ന് പറഞ്ഞു. കോടതിയല്ലേ എന്ന് നിങ്ങൾ അതിന്റെ വീമ്പ് പറയല്ലേ? കോടതിയല്ലേ? അല്ല, ഞങ്ങൾക്ക് റോളുണ്ടെന്നും ഞങ്ങളുടെ സർക്കാരെ ഭരിക്കുന്നെന്നും ഈ പോലീസ് മറ്റുള്ളവരിലേക്ക് അന്വേഷണം കൊണ്ടുപോയെന്നും പറഞ്ഞതാരാ? ഞാൻ എന്റെ പോയിന്റ് നിങ്ങളെ കൊണ്ടുപോകത്തില്ലായിരുന്നു. പക്ഷെ ഓരോ തവണയും ഈ കേസിന്റെ സ്റ്റാറ്റസ് കോടതി പരിശോധിക്കുന്നുണ്ട്. കോടതിക്ക് നന്നായൊരു നിയമം അറിയാമല്ലോ, അന്വേഷണം ഏതൊക്കെ വഴിക്ക് പോകണം, ആരെയൊക്കെ ചോദ്യം ചെയ്യണം, എവിടേക്കൊക്കെ പോകാൻ കഴിയുമെന്ന്. ആ ചോദ്യം കോടതി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോടതി അതിന്റെ ഇഴകീറി പരിശോധിക്കുന്നുണ്ട്. ഉടായ്പ നടക്കത്തില്ല എന്ന പ്രശ്നം ഈ കേസിനകത്ത് സവിശേഷമായി ഉണ്ട്. തീർച്ചയായിട്ടും അത് ഏറ്റവും ക്ലാസിക്കായ ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹൈക്കോടതി വിശ്വാസമില്ലേ? സർക്കാരിനെ മാറ്റും, CPM-നെ മാറ്റും, പാർട്ടിക്ക് ഏതെങ്കിലും ബഹുമാനപ്പെട്ട കോടതിക്ക് ഏതെങ്കിലും പാർട്ടിയോട് ചായവുണ്ടോ? ബഹുമാനപ്പെട്ട കോടതിയെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചത്. കോടതിയെ ചോദിക്കും. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണ്? നിങ്ങൾ കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ 9 ദിവസമായിട്ട്. നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്താ? കോടതി അന്വേഷണം സാങ്കേതികത വിട്. പത്മകുമാർ ഈ കേസിൽ 2 തവണ ജാമ്യം നിഷേധിക്കപ്പെട്ട ആളാണ്. നിങ്ങൾക്ക് എന്നിട്ടും നിങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ പറ്റുന്നില്ല പത്മകുമാർ ഞങ്ങളിൽപ്പെട്ടവനല്ല. പത്മകുമാർ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിക്കാൻ വേണ്ടി പങ്കാളിത്തം ഉണ്ടായിരുന്ന ആളാണ്, അയാൾ ഞങ്ങളുടെ ആളല്ല എന്ന് നിങ്ങൾ പറയുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കുന്ന എന്തിനാണെന്നാണ് ഞാൻ മലയാളത്തിൽ ചോദിക്കുന്നത്. ഞങ്ങൾ കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കാൻ ഞങ്ങൾ എന്തിനാണ് കഠിനാധ്വാനം ചെയ്യുന്നുള്ള ചോദ്യം വെൽ ആൻഡ് ഗുഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉമാ തോമസ്, KK രമ, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു, പിന്നെ അതുപോലെയുള്ള സമന്വിതരായിട്ടുള്ള MLA-മാരും അല്ലാത്തവരായിട്ടുള്ള ഈ പറഞ്ഞ നേതാക്കളെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ കളയണം എന്ന് പറഞ്ഞ ആ ധാർമ്മികമായ ചോദ്യത്തിന് നിങ്ങൾ കോൺഗ്രസിനോട് പറഞ്ഞ ധാർമ്മികതയുടെ പാഠമെല്ലാം വാലിഡ് ആണ്. ആര് പറഞ്ഞല്ലെന്ന്? നിങ്ങൾ കോൺഗ്രസിനോട് പറഞ്ഞ ധാർമ്മികതാ പാഠങ്ങളെല്ലാം വാലിഡ് ആണ്. അതെ, വാലിഡ് ആണ് അല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞ നിങ്ങളുടെ ധാർമ്മികത എവിടെയാണ് എന്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇമാതിരി ഒരു കേസിലും ധാർമ്മികത ഇല്ലല്ലോ. നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ധാർമ്മികത വലിയ വായിൽ പറയുകയും ചെയ്യുമല്ലോ. നിങ്ങൾ പത്മകുമാറിനെ പുറത്താകാതെ ചേർത്തേ പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ ധാർമ്മികത പറയുന്നത്? നിങ്ങൾ PK കുഞ്ഞനന്ദനെ ആരെ കൊന്ന, എങ്ങനെ നിഷ്ഠൂരമായി കൊന്ന കേസിലെ മുഖ്യ ആസൂത്രകൻ കോടതി ശിക്ഷിച്ചയാൾ ചേർത്തേ പിടിച്ചിരിക്കുകയാണ്. പിന്നെയും ചേർത്ത് പിടിച്ച കുറേ കാര്യങ്ങളുണ്ട്, ആവർത്തിച്ച് പറയണല്ലോ. ഇന്നലെ ഞാനിത് പറയായിരുന്നു. അപ്പൊ നിങ്ങളെ ധാർമ്മികത പറയുന്നത് തമാശയാണ്. ഇന്നലെ വരെ കോൺഗ്രസിന്റെ മാങ്കൂട്ടത്തിന്റെ കാര്യമായിരുന്നു. ഇന്ന് ജനം തിരിച്ചു ചിന്തിച്ചു തുടങ്ങിയ ദിവസമല്ല ഇന്ന്. ഒറ്റ ആൻസർ പറഞ്ഞോട്ടെ. ഇപ്പോൾ കുഞ്ഞനന്ദനെ ചേർത്ത് പിടിച്ചു, അങ്ങനെയുള്ളവരൊക്കെ ചേർത്ത് പിടിച്ചു, TPA വെട്ടി എന്ന് പറഞ്ഞോളൂ നിങ്ങൾ പറഞ്ഞല്ലോ. ഈ വെട്ടി നടന്നത് എപ്പോഴാണെന്ന് എങ്ങനെയോ? വർഷങ്ങൾക്ക് മുമ്പ് 2012, 2013 കാലങ്ങളിലാണ്. അതിനുശേഷം ഞങ്ങൾ 2 തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷത്തോട് ജയിച്ചു വന്നു. നിങ്ങളീ പറഞ്ഞ കേരളത്തിലെ ജനങ്ങളാണ് വെട്ടികൾ, അതോ നിങ്ങളെപ്പോലെ ഞങ്ങളെ ആക്രമിക്കുന്നതാണ് വെട്ടികൾ? കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ബോധ്യമില്ലേ ഈ പാർട്ടിയെക്കുറിച്ച്? കേരളത്തിലെ ജനങ്ങൾക്ക് ഈ പാർട്ടിയെ വിചാരണ ചെയ്യാനുള്ള യാതൊരു പവറും ഇല്ലേ? നിഷാദിനേക്കാളും എന്നേക്കാളും കഴിവും മിടുക്കമുള്ളവരാണ് ഈ കേൾക്കുന്ന 99% ആളുകളും.
എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റാത്തത്? ഈ പാർട്ടിയെക്കുറിച്ച് ഇത് ഈ വെട്ടുകുത്തിയ കുഞ്ഞനന്തനെ ന്യായീകരിച്ചത് നിങ്ങൾ അവകാശപ്പെടും. ഞങ്ങൾ ആരെയും ന്യായീകരിച്ചിട്ടില്ല ഒരു കുറ്റവാളിയും. പക്ഷേ കുറ്റവാളി ആക്കിപ്പെട്ട് ചാർത്തിപ്പെട്ടാൽ ഞങ്ങൾ അവരെ ന്യായീകരിക്കും. ആ ന്യായീകരണത്തിനൊപ്പം നിൽക്കുന്നൊരു വിഭാഗമുണ്ട് കേരളത്തിലെ വോട്ടർമാർ. അതിൻ്റെ റിസൾട്ടല്ലേ 2016 2021 8 സീറ്റ് അതി നൽകി ഞങ്ങൾ 99 സീറ്റിലൂടെ അധികാരത്തിലെത്തിച്ചത്. ജനങ്ങളിലല്ലേ ഏറ്റവും വലിയ കോടതി. അവർ വിധി എഴുതിയിരിക്കുന്ന ഈ പാർട്ടിയെ ശരിയാണെന്നുള്ളവരോ. നിങ്ങൾ ഓരോ മാധ്യമങ്ങൾ അജണ്ട വെച്ച് വിചാരണ ചെയ്താൽ അത് ജനങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന അപമതിപ്പല്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ജനത്തെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല? അവരിപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കുമല്ലേ? നിങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്നു, അല്ലാത്തവർ പറയുന്നത്, പാർട്ടി പറയുന്നവരെല്ലാം കേട്ടോണ്ടിരിക്കുന്നത് ജനത്തിന് അത് കൃത്യമായ രീതിയിൽ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഏതാണ് ശരിയെന്നും തെറ്റെന്നും പറയാനുള്ള ആർജവത്തോടെ പൊതുസമൂഹമല്ലേ കേരളത്തിലെ ലോകത്ത് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കോൺഗ്രസ് മൊത്തം കുഴപ്പമാണെന്ന് പറയുന്നുള്ളത്. കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 19 സീറ്റും അടിച്ചില്ലേ? അപ്പൊ ജനങ്ങളുടെ പിന്തുണ അവർക്കില്ലേ? ബൈ ഇലക്ഷൻസിൽ ഭൂരിപക്ഷവും അവർ ജയിച്ചില്ലേ? ജനങ്ങളുടെ പിന്തുണ ഇല്ലേ? പിന്നെ ശബരിമലയുടെ കാര്യം പ്രത്യേകമായി എടുക്കാം. നിങ്ങൾ വലിയ പൊസിഷൻ സ്വീകരിച്ചില്ലേ? ജനം തോപ്പിച്ചില്ലേ എല്ലായിടത്തും? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നിങ്ങൾ വീടുകൾ കയറി ഇറങ്ങി തെറ്റുപറ്റിപ്പോയി മാപ്പാക്കണമെന്ന ക്യാമ്പയിൻ നടത്തിയില്ലേ? നിങ്ങൾ ജനങ്ങളെ എസ്റ്റിമേറ്റ് ചെയ്യില്ലേ? അങ്ങനെ ഈ പ്രശ്നം കിടക്കാണ്. ശബരിമലയുടെ മുന്നുദാഹരണം കിടക്കാണ്. നിഷാദിന്റെ വീട് ശബരിമലയിൽ നിന്ന് വളരെ അകലെയല്ലാത്ത കോട്ടയം ജില്ലയിലാന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. ഇപ്പോൾ പറഞ്ഞ വാചകം നിഷാദ് എന്നെ കൺഫ്യൂഷൻ ആക്കാൻ, ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ പറഞ്ഞതാ. ശബരിമല വിഷയം കഴിഞ്ഞ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ലെന്ന് ചോദിച്ചു. 3 തെരഞ്ഞെടുപ്പ് നടന്നു. കോന്നി ശബരിമലയോട് ചേർന്ന് കിടക്കുക, തൊട്ടടുത്ത്. പാല, വട്ടിയൂർക്കാവ് ജയിച്ചാരെന്നറിയോ? LDF ആ ജയിച്ചത്. അതിൽ 3 സീറ്റിൽ ജയിച്ചാരെന്നറിയോ? CPM ആ. അപ്പൊ ഈ ചരിത്രം നന്നായിട്ട് അറിയാവുന്ന, വളരെ വണ്ടർഫുൾ ആയിട്ട് കാര്യങ്ങൾ പറയുന്ന നിഷാദ് മറ്റു കാര്യങ്ങളിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വളച്ചൊടിക്കരുത്. ഈ 3 സീറ്റ് നടന്നതും ഈ പറഞ്ഞ ശബരിമല പ്രക്ഷോഭ കാലത്തിന് തൊട്ടാണ്, അതിനുശേഷമാണ് നടന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് കോന്നിയിൽ പോലും വിജയിക്കാൻ പറ്റില്ല? അടൂർ പ്രകാശ് മത്സരിച്ച് ജയിച്ച കോന്നിയിൽ ബൈ ഇലക്ഷൻ പോലും ഈ ശബരിമല വിഷയം കത്തിച്ചുയർത്തിക്കൊണ്ടൊന്നും ജയിക്കാൻ സാധിച്ചില്ല. ഒറ്റ ചോദ്യമുള്ളൂ. പാലായിൽ ജയിക്കാൻ പറ്റില്ല, വട്ടിയൂർക്കാവ് എന്തുകൊണ്ട് ജയിക്കാൻ പറ്റില്ല? ലോക്സഭ എന്താ 2019 ലോക്സഭ എന്തായിരുന്നു കഥ? ലോക്സഭ എന്ന് പറയുന്നത് ദേശീയ ഇലക്ഷനാണ്. ആ ദേശീയ ഇലക്ഷനിൽ BJP എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ, ഇന്ത്യൻ ജനാധിപത്യത്തിനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഒരു ദേശീയ വികാരത്തിന്റെ പേരിൽ പോയി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ നേതൃത്വത്തിൽ ശബരിമല വിഷയത്തിലെ ആശയക്കുഴപ്പം തീർക്കാനെന്ന പേരിൽ വീടുകൾ കയറി ഇറങ്ങി ഞങ്ങൾക്ക് അങ്ങനെ ഒരു നവോത്ഥാന പദ്ധതി ഇല്ല എന്ന് പറയുകയും പിന്നീട് ഒരിക്കൽ പോലും ശബരിമലയിലെ നവോത്ഥാനത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അറിയാലേ എല്ലാവർക്കും. നമ്മൾ തന്നെ പിന്നെ പറയണു. എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആ പൊസിഷനിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. അങ്ങനെ ചെയ്യാനുള്ള കാരണം അത് തിരിച്ചടിയായി തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളതാണ്. അത് ആർക്കും അറിയാത്തത്? പത്രം വായിക്കുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് ഒരു പരിക്കും പറ്റിയിട്ടില്ല. കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് മിണ്ടുന്ന പോലും ഇല്ലല്ലോ. ഏറ്റവും അവസാനം നടത്തിയ അയ്യപ്പ സംഗമം എന്തിനായിരുന്നു, ഏത് പരിക്ക് തീർക്കാനാണ് എന്നറിയാത്ത മലയാളി കേരളത്തിലുണ്ടോ? ശരി, ഞാൻ പറയാം. നമ്മൾ തമ്മിൽ ഒരേ വിഷയത്തിൽ തർക്കിക്കുകയാണ്. കുറേ സമയമാവുകയും ചെയ്തു. ഞാനൊന്ന് സജ്ജൽ ഇബ്രാഹിം എൻ്റെ കൂടെ, മുസ്ലിം ലീഗിൽ നിന്ന് സജ്ജൽ ഇബ്രാഹിം, ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ ഇപ്പോഴും പൂർണ്ണമായും തീർന്നിട്ടില്ല എന്നാണ് CPM വിചാരിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും പിടിച്ചിട്ടില്ലല്ലോ. പിടിക്കാനുണ്ട്. അയാൾ എവിടെ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന കഥ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിർത്താൻ എന്നാണ് ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നതെന്ന് തോന്നുന്നു. ഇനി പിടിക്കാനുണ്ട്. ആ പിടിക്കുന്ന സമയം ഒരു വലിയ ഇവൻ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ വേറെ കുറേ വലിയ വാർത്തകൾ വരാനുണ്ട്. തിങ്കളാഴ്ച ദിലീപ് കേസിലെ വിധി വരാനുണ്ട്. അപ്പോൾ ഇത് ഒരു വാർത്താ മുഖരിതമായിട്ടുള്ള ഒരു വീക്കിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് നിങ്ങൾ സ്വർണ്ണക്കൊള്ളയിൽ പിടിച്ചിട്ടില്ല, പത്മകുമാറിനെ പുറത്താക്കിയിട്ടില്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. അതിനൊരു വോളിയം കിട്ടുമോ? ഇവിടെ നിഷാദെ, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഒരു മാസങ്ങൾക്ക് മുമ്പ് കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന് സ്വപ്നത്തിലൊരു ഉൾവിളി വരികയാണ്. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം ആരൊക്കെയോ കട്ടുകൊണ്ടു പോകുന്നു. പെട്ടെന്ന് തന്നെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അതിലിടപെട്ടുകൊണ്ട് അതിൻ്റെ അന്വേഷണം പ്രഖ്യാപിക്കുകയും അത് അപഹരിച്ചവർക്കെതിരെ നടപടിയെടുത്ത് അവരെ ജയിലിലാക്കുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ റെജി ലോക്കസ് ഇവിടെ പറഞ്ഞതിൻ്റെ ആകത്തുക. എനിക്ക് ചിരി വരികയായിരുന്നു. റെജി ലോക്കസിൻ്റെ ഈ പറയുന്ന ഈ ക്യാപ്സൂളുകളൊന്നും ഏക്കുന്നില്ല. കാരണം നമുക്കറിയാം, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഹൈക്കോടതി ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് അല്ലെങ്കിൽ എവിടെ എത്തും? ഇന്ന് ഈ ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ കൊണ്ട് ഇടുന്ന കാണിക്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ അന്വേഷണം വേണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു വച്ചില്ലായിരുന്നുവെങ്കിൽ, ഈ SIT രൂപീകരിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ
ഇന്നും ഈ അയ്യപ്പന്റെ സ്വർണം ഇതുപോലെ കാലാകാലങ്ങളായി നഷ്ടപ്പെട്ടതുപോലെ ഇനിയും ഭാവിയിൽ നഷ്ടപ്പെടുമായിരുന്നു. റജി ലോക്കോസ് പറഞ്ഞു വച്ച ഈ അയ്യപ്പന്റെ സ്വർണവുമായി മോഷണവുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസ് CPM ആണ് കണ്ടുപിടിച്ചത്, അതല്ലെങ്കിൽ ഈ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരാണ് കണ്ടുപിടിച്ചതെന്ന റജി ലൂക്കോസും അല്ലെങ്കിൽ CPM ഇപ്പൊ എത്തിയിരിക്കുന്നത് കഴിച്ചിട്ട് തുപ്പാനും മധുരിച്ചിട്ട് ഇറങ്ങാനും പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ഒന്നെങ്കിൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം ഈ പറയുന്ന ആളുകൾ കട്ടു എന്ന് സമ്മതിക്കണം, അതല്ലെങ്കിൽ കട്ടിട്ടില്ല എന്ന് സമ്മതിക്കണം. കട്ടിട്ടില്ല എന്ന് സമ്മതിക്കേണ്ടി വന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ ഇവരുടെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ SITയുടെ കണ്ടെത്തലുകൾ തെറ്റാണെന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് CPM-ഉം സംസ്ഥാന സർക്കാരും എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുക. ഇന്നലെ ശബരിമലയുടെ സെക്രട്ടറി ആയിരുന്ന ശ്രീ ജയശ്രീയുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന S. ശ്രീകുമാറിന്റെയും ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഒരു നിരീക്ഷണമുണ്ട്. ഈ കേസ് ഡയറി പരിശോധിച്ചതിന് ശേഷം ഈ കേസിൽ ഇവരിൽ ഒതുങ്ങുന്നതല്ല, അതല്ലെങ്കിൽ ഇപ്പോൾ ആരോപിക്കപ്പെട്ടവരിൽ ഒതുങ്ങുന്നതല്ല ഈ കേസ്, മറിച്ച് ഉന്നതരിലേക്കും ഇതിന്റെ പങ്ക് പോയിട്ടുണ്ട്. ആ ഉന്നതരിലേക്ക് അന്വേഷണം എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ടു പറയുന്ന ആരായിരുന്നു? ജയശ്രീ ശബരിമലയുടെ സെക്രട്ടറി ആയിരുന്നു, ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്നു, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. അവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് SITയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം സീൽഡ് കവറിൽ SIT സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം നമുക്കറിയാം ED ഈ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ കൊടുത്ത അപേക്ഷ അവിടുത്തെ കോടതി തള്ളിയപ്പോൾ അതിനെതിരെ ED കൊടുത്ത അപേക്ഷയിന്മേൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ശബരിമല ബെഞ്ച് പറഞ്ഞത് എന്താ? ED കേസിൽ പരിശോധിക്കട്ടെ, ED പരിശോധിക്കട്ടെ, എന്താ തെറ്റ്? EDക്ക് രേഖകൾ കൈമാറാനും വീണ്ടും EDയോട് കോടതിയെ സമീപിക്കാനോ പറഞ്ഞത്. അപ്പോൾ ഈ കോടതിയുടെ മുമ്പിൽ വന്നിട്ടുള്ള ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശബരിമല, പാവനമായ ശബരിമലയുടെ ഈ സ്വർണം അപഹരിക്കപ്പെട്ടിട്ടുണ്ട്, അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തിന് വ്രണമേറ്റിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ മാത്രമാണ് ഇന്ന് പത്മകുമാറിലേക്ക് വരെ എത്തി നിൽക്കുന്നത്. ആരാ ഈ ഹൈറാർക്കിയെ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ഈ മോഷണ ശ്രമം നടത്തിയവരുടെ മോഷണം നടത്തിയവരെ ഹൈറാർക്കി നമുക്കൊന്ന് പരിശോധിക്കാം. S. ശ്രീകുമാർ, ജയശ്രീ, N. വാസു, പത്മകുമാർ. ഇപ്പൊ ചെറിയ ഫുൾ സ്റ്റോപ്പ് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് അപ്പുറത്തേക്ക് എവിടേക്കാ പോകണ്ടേ? അങ്ങ് തിരുവനന്തപുരത്തേക്ക് പോയി കടകംപള്ളിയിലേക്ക് എത്തണം. ഇപ്പൊ നമ്മുടെ ക്യാപ്ഷൻ തന്നെ ഈ പത്മകുമാറിന്റെ കൈ വിടുമോ അല്ലെങ്കിൽ കൈ വിട്ടോ എന്ന് ചോദിച്ചാൽ പത്മകുമാറിന്റെ കൈ വിട്ടാൽ സംസ്ഥാന സർക്കാരിനും CPM-നും അറിയാം. അവിടെ ദാമോദർ പ്രസാദ്, ഈ വിഷയം വീണ്ടും ഒരു ഹീറ്റ്, എന്താ പറയുക, ഒരു വളരെ ചൂടേറിയ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി കേരളത്തിന്റെ മുറ്റത്തേക്ക് വീണ്ടും അവതരിക്കും എന്ന് സർക്കാരിന് ഭയപ്പെടാനുണ്ടോ? അദ്ദേഹം ഇടതുപക്ഷ CPM ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ പരിചയസമ്പന്ന അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പരിചിതമായിട്ടുള്ള ഇത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സംരക്ഷണം തീർത്തു. പക്ഷേ എന്നിരുന്നാലും ചില വിട്ടുപോയ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാര്യം അദ്ദേഹത്തിന് വളരെ പരിചയം സമ്പന്നനാണ് ഈ കാര്യത്തിൽ. ഇന്ത്യ വളരെ പ്രതിരോധം നിർത്തി. പക്ഷേ വിട്ടുപോയ ചില കാര്യങ്ങൾ, അത് ഇന്നത്തെ പത്രസമ്മേളനം രമേശ് ചെന്നിത്തല പത്രസമ്മേളനമാണ്. അതിൽ 500 കോടിയുടെ കള്ളക്കടത്ത് മാത്രമല്ല, ആൻറ്റിക് ട്രേഡായി ബന്ധപ്പെട്ട കാര്യം നിസ്സാര സംഭവമല്ല. നമ്മൾ ഈ ശബരിമലയുടെ മറ്റു വശങ്ങളിലേക്ക് പോയിട്ടില്ല. എപ്പോഴും ഒരു ആൻറ്റിക് കൊള്ള എന്ന് പറഞ്ഞാൽ വലിയൊരു വേൾഡ് മാർക്കറ്റ് ഉണ്ട് ആൻറ്റിക് വ്യാപാരം വന്നിട്ട്. ഇൻ്റർപോളൊക്കെ അന്വേഷണ വിഷയമാണ്, നിസ്സാര കാര്യമല്ല അത് കേരളത്തിനകത്ത് വിജിലൻസോ കേരളത്തിനകത്ത് SITയുടെ അന്വേഷണം നിൽക്കുന്നതല്ല, വലിയ ഇൻ്റർപോളിൻ്റെയൊക്കെ കാര്യം. അതായത് ഇത് വലിയൊരു ആൻറ്റിക് ട്രേഡിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. അതിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിൽ ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികളുടെ ആവശ്യമാണ്. കേന്ദ്ര ഏജൻസികൾ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിസ്സാരമായിട്ട് സ്ഥലത്തല്ല പത്മകുമാറും ഈ വാസുവും അവിടെ ആൾക്കാരും നിൽക്കുന്നത്. കാര്യം ഒരു സ്വർണ്ണം അവിടെ നിന്ന് മോഷ്ടിച്ച് ഉരുക്കി ഒരു സാധാരണ കള്ളൻ കടയിൽ കൊടുത്ത് വിൽക്കുന്ന സംഭവമല്ല നടന്നിട്ടുള്ളത്. അതിലപ്പുറത്തുള്ള വലിയ ആൻറ്റീക് ട്രേഡ്, ആഗോളമായ ആൻറ്റീക് ട്രേഡിൻ്റെ വലിയ വിഷയമുണ്ട്. അതിലേക്ക് ഇതുവരെ പോയിട്ടില്ല. എന്തുകൊണ്ടാണ് പത്മകുമാറെ സംരക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, പത്മകുമാർ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ കാരണം ഈ ആൻറ്റീക് ട്രേഡായി ബന്ധപ്പെട്ട് വലിയൊരു ഇൻ്റർപോൾ തരത്തിലുള്ള ഏജൻസിയിലേക്ക് കാര്യം പോയി കഴിഞ്ഞാൽ അത് ഗൗരവമായ വിഷയം കേരളത്തിലേക്ക് വരും. കാര്യം നമ്മൾ എത്രയോ കാലങ്ങളായി കാണുന്ന കാര്യമാണ് ഈ പഴയ ക്ഷേത്രങ്ങളിൽ കിടക്കുന്ന ഇതുപോലുള്ള വിഗ്രഹങ്ങളാണെങ്കിൽ അവിടുത്തെ ഇതൊക്കെ ആണെങ്കിൽ തന്നെ ഈ പുരാവസ്തുവിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലം കടത്തിക്കൊണ്ടുവന്ന് പ്രക്രിയ നടത്തുന്നത്, അല്ലാണ്ട് വെറുതെ സ്വർണ്ണം ഒരുക്കി വിൽക്കുന്നതല്ല. അപ്പോൾ അതാണെന്ന് രമേശിന് ആ സൂചന നൽകുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ഹാജരാക്കണമെന്ന അത്
ശരിയാണ്, രമേശ് ചെന്നിത്തല ശരിക്കും സൈറ്റിന് മുമ്പാകെ പോയി പറയേണ്ട. പക്ഷേ അദ്ദേഹത്തിന് വിസ്തീരിക്കണ്ടായിരുന്നു, അദ്ദേഹത്തിന് പറയുന്ന വ്യക്തിയുടെ പേര് വെളിപ്പെടുത്താൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ പ്രശ്നമുള്ള കാര്യം, നിസ്സാരമായിട്ടുള്ള ഒരു ആരോപണമല്ല ഉന്നയിക്കുന്നത്. പക്ഷെ അതിലേക്ക് പോകുന്നതാണ് കേരള സംബന്ധിച്ചോളം ഭയം. അത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം മാത്രമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല, അതിന് അപ്പുറത്തേക്ക് പോയ കേരളം ഞെട്ടാമോണ് വസ്തുതയാണെങ്കിൽ, ഇതിപ്പോൾ അങ്ങനെ പറയേണ്ടി വരും, നമുക്ക് എല്ലാ കാര്യം വസ്തുതയാണെങ്കിൽ അത് കേരളത്തെ ഷോക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യം. അത്തരം വലിയ ഒരു കുത്സിതമായ പ്രവർത്തനമൊക്കെ നടന്നിട്ടുണ്ട്. ഇതിൽ ആരൊക്കെ നടത്തിയ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഒരു പത്തനംതിട്ടയിലെ ഒരു ജില്ലാ കമ്മിറ്റി അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം ഇങ്ങനെ ആൻറ്റി ട്രേഡ് നടത്താൻ പറ്റില്ല. അതിനകത്ത് വ്യാപകമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ക്രിമിനൽ സംഘത്തിൻ്റെ ഏർപ്പാടിലെ ഒരു പത്തനംതിട്ട കേന്ദ്രീകരിച്ച് മാത്രം പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ അന്വേഷണം ആ രീതിയിൽ വ്യാപിക്കണം. ആ രീതിയിൽ വ്യാപിപ്പിക്കണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും 13 സംരക്ഷിക്കപ്പെട്ട സായിരുന്നാണ് ഒരുപക്ഷെ ഇതിനെക്കുറിച്ചുള്ള CPM സെക്രട്ടറിക്കൊന്നും ഇതിനെക്കുറിച്ച് അറിവുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അദ്ദേഹം നമുക്ക് അങ്ങനെ വെറുതെ പേരിന് വേണ്ടി ഒരു ആരോപണം ഉന്നയിക്കാൻ പറ്റില്ലോ. പക്ഷേ ആ ഒരു പ്രശ്നം, പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം മുമ്പ് പല കേസുകൾ കണ്ട സംരക്ഷിക്കുന്നതിൻ്റെ കാരണം ഇദ്ദേഹത്തെ കൈവിടുകയാണെങ്കിൽ ഇദ്ദേഹത്തെ തള്ളി പറയുന്നത് കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവും ഇതുപോലെ താരതമ്യം നമ്മൾ ചെയ്യേണ്ട, ശരിയാണ്. പക്ഷേ രണ്ടും ക്രിമിനൽ കുറ്റമാണ്. കേരളത്തിൽ 2 ക്രിമിനൽ കുറ്റങ്ങളും ഞെട്ടിച്ചിട്ടുണ്ട്. ഒന്ന് നിസ്സാരമായ ക്രിമിനൽ കുറ്റമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് അത്രയും ഒട്ടും തന്നെ നിസ്സാരമല്ല ശബരിമലയിലെ കുറ്റവും. അത് ഹൈക്കോടതിയാണ് മുൻകൈയെടുത്ത് അന്വേഷണം നടത്തി പറയുക. അപ്പോൾ ആ കുറ്റത്തിൽ 2 കേസ് പ്രതി ചേർക്കപ്പെട്ട് അദ്ദേഹം അവിടെ ജയിലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്നുള്ളതല്ല, ജയിലിൽ അടുത്ത് അതിപ്പോൾ നമുക്ക് അതിപ്പോൾ യാതൊരു വലിയ ഏത് സാമാന്യ മനുഷ്യരെ അതൊരു വലിയൊരു അത് പറയുന്നൊക്കെ ഒരു ഔചിത്യക്കുറവായിട്ടാണ് കാണുന്ന കാര്യം. ജയിലിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല, എന്ത് അസംബന്ധമാണ്, എന്തൊരു ശുദ്ധ അസംബന്ധം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശുദ്ധ അസംബന്ധമായിട്ട് അഭിപ്രായങ്ങളല്ല ഇതൊക്കെ. അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല, പക്ഷേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്തതിൻ്റെ അല്ല പ്രശ്നം. ജയിലിൽ കിടന്ന് അദ്ദേഹം പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ അല്ല ചെയ്യുന്ന പ്രശ്നം. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം സംരക്ഷിക്കപ്പെടുമ്പോൾ ജയിലിരിക്കുമ്പോൾ അദ്ദേഹം മറ്റേത് കൈവിടുന്ന കേസിൽ അദ്ദേഹം വെളിപ്പെടുത്തലിലേക്ക് കടക്കും. ഇത് നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. അത് മാത്രമാണോ ദാമോദർ പ്രസാദ്, ഇതിനകത്ത് ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിനകത്ത് ദേവസ്വം ബോർഡിന് അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു, ആ ഉത്തരവാദിത്തത്തിലുണ്ടായ പാളിച്ചയാണ് എന്ന നിലയ്ക്ക് ടെക്നിക്കൽ റീസൺസിൽ അദ്ദേഹത്തെ പ്രതി ചേർക്കാമല്ലോ. അപ്പം അങ്ങനെ ടെക്നിക്കൽ റീസണിൻ്റെ പേരിൽ, സാങ്കേതികത്വത്തിൻ്റെ പേരിൽ പ്രതി ചേർക്കപ്പെടുന്ന ഒരാളെ രാഷ്ട്രീയമായി പൂർണ്ണമായും തള്ളിക്കളയാൻ ഒരു പാർട്ടിക്ക് എത്ര കഴിയുമെന്ന ക്വസ്റ്റ്യൻ കൂടി അവിടെ ഉണ്ടോ? അല്ല, നിർണായകമാണ് കാര്യം. പാർട്ടി തള്ളിക്കളയേണ്ട കാര്യം അദ്ദേഹം പാർട്ടി നിയോഗിച്ച ഒരു ചെറിയൊരു ആളല്ലല്ലോ, പാർട്ടി നിയോഗിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അദ്ദേഹം സാങ്കേതികമായിട്ട് അതിനകത്ത് 2 കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ആ നടപടിയുടെ ആവശ്യമുണ്ട്. കാര്യം അതൊക്കെ തിരുത്തി എല്ലാവരും ആവശ്യപ്പെടുന്നതാണല്ലോ. കാര്യം ഈ 13 കേസിലാണെങ്കിൽ ഇത് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്നസെൻ്റ് അണ്ടിൽ പ്രൂവൺ ഗിൽറ്റിയാണ്. ആര് പറഞ്ഞു പത്മകുമാർ കുറ്റക്കാരനാണെന്ന്? നമുക്ക് ആ കേസ് തെളിയിക്കപ്പെടുന്നവർ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ആ നടപടി എടുക്കാൻ ഒരു ബാധ്യസ്ഥരാണ്. പക്ഷേ നടപടിയെടുക്കാത്ത കാര്യം അദ്ദേഹം എന്തെങ്കിലും ജയിലിനകത്താണെങ്കിലും അദ്ദേഹത്തിന് സംരക്ഷിക്കുന്ന കാര്യം, അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന വഴി ഒരുപാട് ഈ കേസ് അന്വേഷണം വ്യാപകം. ഇവിടെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്ന ഗൗരവമായ വിഷയം. രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസത്തിന് ശേഷം വീണ്ടും ഈ പ്രശ്നം, ശബരിമല പ്രശ്നം നമ്മുടെ പൊതുശ്രദ്ധയിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. അത് നിസ്സാരമായ രീതിയിലാണ് കൊണ്ടുവന്നു. അതുമായി ബന്ധപ്പെട്ട് വ്യാപകമായതിൻ്റെ ആ റാക്കറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് വസ്തുതയാണോ എന്ന് അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്കത് ശരിയാണെന്ന് പറയാൻ പറ്റുന്നില്ല. കാര്യം അത് ആർക്കും അത് സ്ഥിരീകരിക്കാനാവാത്ത കാര്യം. പക്ഷേ അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഇന്ന് ലോകത്തിലുണ്ട്. ഇത്തരം ആൻറ്റി ട്രേഡായി ബന്ധപ്പെട്ട് വ്യാപകമൊരു ഇൻ്റർനാഷണൽ റാക്കറ്റ്, ഒരു മാഫിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അത് കേരളത്തിന് താല്പര്യം കാണും. കാര്യം കേരളത്തെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്ന പോലെ ഈ വിഗ്രഹം എടുത്ത് പല സ്ഥലത്തും കൊണ്ട് പൂജിച്ചു എന്നൊക്കെയല്ലേ പറയുന്നത്. സുബ്രഹ്മണ്യൻ എന്ന ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേരില്ല, ഈ ഉണ്ണീകൃഷ്ണൻ പോറ്റി, ഇദ്ദേഹം കൊണ്ടുവന്നല്ലേ. അവരെ തന്ത്രിയുടെ കാര്യം നമ്മുടെ റെജി ലൂക്കോസ് സൂചിപ്പിച്ചു. തന്ത്രിക്കെതിരെ നീങ്ങാത്ത എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ നീങ്ങണ്ടേ? സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? എന്ന് നീങ്ങാത്ത ആരെയും അദ്ദേഹത്തിനെ സംരക്ഷിച്ച് നിർത്തുന്നുണ്ടോ ഏതെങ്കിലും ആരെങ്കിലും? അപ്പോൾ ആരാണ് കുറ്റക്കാരെങ്കിൽ അവർക്കെതിരെ തിരിയാൻ ബാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ണീകൃഷ്ണൻ പോറ്റിയുടെ വ്യാപകമായ ബന്ധങ്ങളെക്കുറിച്ച് പിന്നെയും വെളിപ്പെടുത്തലൊക്കെ പലതും ഉണ്ടായിട്ടുണ്ട്. ആ വഴിക്ക് അന്വേഷണം നടക്കണ്ട. പക്ഷേ ഇന്നത്തെ പ്രധാനപ്പെട്ട 500 കോടിയുടെ സ്വത്ത്, ക്ഷേത്ര സ്വത്ത് അപഹരിക്കപ്പെട്ടിരിക്കുന്നു, കാട്ടിരിക്കുന്നു, കളവ് പോയിരിക്കുന്നു. ആ കളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പല വാർത്തകളും വന്നിരിക്കുന്നു. അത് പല സ്ഥലത്തും കൊണ്ട് പൂജിക്കാൻ വെച്ച് പല നടന്മാരുൾപ്പെടെ അവരൊക്കെ ശരിക്കും അന്വേഷണ ഭാഗമായിട്ട് അവരെയും കുറിച്ച് അന്വേഷിക്കേണ്ട. സെലിബ്രിറ്റിക്ക് പ്രത്യേക സംരക്ഷണ സ്റ്റാറ്റസ് ഒന്നുമില്ല. സെലിബ്രിറ്റി ആയി എന്നുള്ള പേരിൽ ഒരു സംരക്ഷണം കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാര്യം ഒരുപക്ഷെ ചെയ്യാൻ സാധ്യതയുള്ള കാര്യമാണ്. സെലിബ്രിറ്റി എന്നുള്ള ഒരു സംരക്ഷണമില്ല. കുറ്റം ചെയ്താൽ കുറ്റം തന്നെ ഞാൻ, അത് ഏത് സെലിബ്രിറ്റി ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ആ അന്വേഷണം വ്യാപിച്ചാൽ അതൊരു ഇൻ്റർനാഷണൽ റാക്കറ്റിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഞാൻ ഇത് വീണ്ടും പറയട്ടെ, ഇത് പറയുന്ന സമയത്ത് നമ്മൾ അത് സ്ഥിരീകരിച്ചു നോക്കാൻ ഇൻ്റർനാഷണൽ റാക്കറ്റിൻ്റെ ഭാഗമാണെന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റും. പക്ഷേ അന്വേഷിക്കുക, ഒരു ആൻറ്റിക് ട്രേഡ് എന്ന് പറയുന്ന വിഷയം ഇതൊക്കെ ഉന്നയിക്കേണ്ടത് പല പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വിഷയമാണ് ആൻറ്റിക് ട്രേഡ്. അത് നിർണായകമാണ്. ആൻറ്റിക് ട്രേഡിൽ പോയി ഇന്റർപോളിലേക്കാണ് കടന്നു പോകുന്ന ആ വിഷയം. അത് ഗൗരവമാണ്. കേരളത്തെ കൂടുതൽ ഞെട്ടിക്കുന്ന വിഷയമാണ്. കാര്യം അത് അവിടെ നിൽക്കില്ല. അത് ഒരു പക്ഷേ അതിന് നെറ്റ്വർക്ക് കൂടുതൽ വ്യാപകമായിരിക്കും. ഓൾറെഡി ഒരു ഏജൻസിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കോടതി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സർക്കാരിന് എന്തെങ്കിലും പ്രത്യേകമായ ഒരു സ്റ്റേക്ക് എടുക്കാനുണ്ടോ?
അല്ല, സർക്കാരിന് സ്റ്റേക്ക് എടുക്കാണ്ട് സർക്കാരെ ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ഇത് എപ്പോഴാണ് നടന്നത്? ഇപ്പോൾ ഇത് UDF ഭരണകാലത്ത് നടന്നിരുന്ന ഒരു ഇതാണെങ്കിൽ സംസ്ഥാന സർക്കാർ നിലപാട് ഇങ്ങനെയായിരിക്കണം എന്നില്ലല്ലോ. ഇത് 2018-19 കാലഘട്ടം നടന്ന സമയത്ത് ഈ സർക്കാർ തന്നെയാണ്, അദ്ദേഹം റെജി ലൂക്കോസ് പറഞ്ഞ പോലെ രണ്ടാമത് മാൻഡേറ്റ് ചെയ്ത് തിരിച്ചു വന്ന സർക്കാരാണ്. ഇത് കേൾക്കൂ. അതായത് നിങ്ങൾക്ക് സ്വർണ്ണക്കൊള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കണം എന്ന ആഗ്രഹമുണ്ട്. ഞാനതിൻ്റെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ലൈനിലാണ് ചോദിക്കുന്നത്. നോക്കൂ, ഇവിടെ ഈ പറയുന്ന നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മാന്യൻ പിന്നീട് പിടിക്കപ്പെട്ടല്ലോ, ഇപ്പോൾ പുറത്താക്കപ്പെടുകയും ചെയ്തു. ആ വിഷയം ചർച്ചയാക്കി നിലനിർത്തുന്നതിൽ സർക്കാരും സർക്കാരിൻ്റെ പിന്നിലെ റൂളിംഗ് പാർട്ടിയും എടുത്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിലെ കോർ ഇഷ്യൂവിനെ മുകളിലെടുത്ത് നിർത്തുന്നതിൽ എന്തുമാത്രം വിജയിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ പരാജയപ്പെട്ടില്ലേ നിങ്ങൾ? ഇപ്പോഴും നിങ്ങൾക്കത് പൊസിഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊരു സമരത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റി. നിങ്ങളെല്ലാ ദിവസവും ടെലിവിഷൻ മാധ്യമങ്ങൾക്ക് നിങ്ങൾ സൗണ്ട് ബൈറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ചർച്ചയിൽ വന്ന് നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ഉപരി ജനറൽ പബ്ലിക്കിലേക്ക് ഈ സാധനം എത്തിക്കുന്നതിനുള്ള ഒരു സ്ട്രാറ്റജീസ് എന്തുമാത്രം എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്? ഇല്ല. ഇപ്പോഴും ഗവൺമെൻറ്റിനാണ് ഒരു എഡ്ജ്. അതെ, ഒന്ന് ആദ്യം ഞാൻ ബഹുമാനായ ദാമോദർ പ്രസാദ് പറഞ്ഞൊരു കാര്യത്തിനൊന്ന് വിയോജിക്കുക. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ശബരിമല സ്വർണ്ണക്കള്ള കേസും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസും ഏകദേശം ഒരുപോലെയാണെന്ന്. അങ്ങനെയല്ല, അതിന് രണ്ടായിട്ട് ഒന്ന് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു പോയിട്ടുള്ളത്. അതായത് അദ്ദേഹം MLA ആണെന്നോ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാണ് എന്നുള്ള കാര്യം മാറ്റിവെക്കാം. മറിച്ച് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും മറ്റ് ഈ പറയുന്ന കേസ്. മറിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മുഴുവൻ അയ്യപ്പ ഭക്തരെയും ബാധിക്കുന്ന, അതല്ലെങ്കിൽ പബ്ലിക് മണി ഉൾപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. അതിന് രണ്ടും തരത്തിൽ നമ്മൾ താരതമ്യം ചെയ്യാൻ പാടില്ല. ഇനി നിഷാദിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. നിഷാദ്, നമ്മൾ 2025 നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രാചീന കാലഘട്ടത്തിൽ, പണ്ട് കാലഘട്ടത്തിൽ നടന്ന ഈ തെരുവുകളിൽ സമരം ചെയ്ത് ചോരയൊലിക്കുന്ന സമരരീതിയൊക്കെ പോയി. ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ പൊതുജനത്തിന് വ്യക്തമായ അവരുടെ വിരൽത്തുമ്പിലേക്ക്, തീന്മേശയിലേക്ക് എല്ലാ വിവരങ്ങളും ചർച്ചകളും അതല്ലെങ്കിൽ ഓരോ കേസിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടെ ഓരോ വിഷയങ്ങൾ ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ വഴി എത്തുന്നുണ്ട്. UDF ക്യാമ്പയിനുകൾ എല്ലാ തരത്തിലും, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, എല്ലാ തരത്തിലും ഈച്ച് പേഴ്സണായിട്ട് എല്ലാ ആളുകളുടെ ഇടയിലേക്കും ഈ ക്യാമ്പയിനുകൾ എത്തുന്നുണ്ട്. ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശബരിമല കൊള്ളയുൾപ്പെടെ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ ഉൾപ്പെടെ എല്ലാവരിലേക്കും എത്തിക്കാൻ UDF കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സമരമാർഗം നമ്മൾ അക്രമം മാത്രമാണ് എന്നുള്ള ആ പ്രാചീന ചിന്തയൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം കൂടി ഞാനൊന്ന് പറയുന്നത്, ഇപ്പോൾ റെജി ലൂക്കോസ് ഇവിടെ സംസാരിച്ചപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം ജയിച്ചത് ഞങ്ങളാണെന്ന് പറഞ്ഞു. നമുക്കറിയാം ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി കഴിഞ്ഞതിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ തിരിച്ചടിയും അതിനുശേഷം അവർ വീടാന്തരം കയറി പറഞ്ഞു ഞങ്ങൾക്ക് ആ നിലപാടില്ല എന്ന് പറഞ്ഞ് അവസാനം വെള്ളാപ്പള്ളി നടേശൻ വരെ പറയേണ്ടി വന്നു. പിണറായി വിജയൻ നല്ല ഒന്നാന്തരം ഭക്തനാണെന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നാളെ അടുത്ത മണിക്കൂറുകൾ കഴിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും നോക്കിക്കോ, ഈ സംസ്ഥാന സർക്കാരിന് CPM ബ്രാഞ്ച് കമ്മിറ്റികളിൽ കൂടി ഈ പൊതുജനങ്ങളുടെ വീടുകൾ കയറി ഞങ്ങൾ സ്വർണം കട്ടിട്ടില്ല, ശബരിമലയിലെ സ്വർണം ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറയേണ്ട ക്യാമ്പയിൻ നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് CPM സംസ്ഥാന സർക്കാരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വളരെ കൃത്യമാണ്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയല്ലല്ലോ, VD സതീശനല്ലല്ലോ, റെജി ലൂക്കോസ്, ഇപ്പൊ ഇത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നതേ ഇല്ല എന്ന പൂർണ്ണമായ ആത്മവിശ്വാസമാണോ സത്യത്തിൽ CPM നയിക്കുന്നത്? അതായത് ഇത് നടത്തിയല്ലോ, അയ്യപ്പ സംഗമം നടത്തി, അതുവഴി ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട അധ്യായം അങ്ങനെയാണ് അടഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ശബരിമല വിവാദം അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്സ് മലയാളിയുടെ മനസ്സിലില്ല എന്ന്. അല്ല, അതിനൊറ്റ മറുപടിയേ ഉള്ളൂ. ജനാധിപത്യത്തിലെ എല്ലാ വിഷയങ്ങളും ജനങ്ങളെ ബാധിക്കുന്നതും ഇതുപോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണം. അത്തരം ചർച്ചകളിൽ ഇന്നുവരെ CPM ഓടിപ്പോയിട്ടില്ല. ആ ചർച്ചകളാണ് ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഭരണകക്ഷിയെയും പ്രതിപക്ഷങ്ങളെയും ജനങ്ങൾ വിലയിരുത്തുന്നത്. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല, ഇവിടെ ദാമോദർ പ്രസാദ് സാർ 1-2 കാര്യങ്ങൾ പറഞ്ഞു, അതിനൊരു മറുപടി പെട്ടെന്ന് പറയാം. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല 2016 വരെ നടന്ന അദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനം അലങ്കരിച്ച കാലഘട്ടത്തിൽ അദ്ദേഹം നിരവധി ആരോപണങ്ങൾ ഉയർത്തി. അദ്ദേഹം ഉയർത്തിയ ഒരൊറ്റ ആരോപണത്തിന് പോലും ഒരു കോടതിയിലും ഒരു പൈസയുടെ പോലും വിലയില്ലാതെ അത് തള്ളിക്കളഞ്ഞു. അദ്ദേഹം
ഇപ്പോൾ അതിനേക്കാളൊക്കെ ഭീകരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ സ്വർണം അതിൻ്റെ മൂല്യം നിർണ്ണയിക്കാൻ പറ്റുന്നില്ല. കാരണം അതൊരു പവിത്രമായ വസ്തുവാണ്. അത് മറിച്ചു അല്ല അവിടെ കൊണ്ടുപോയി അത് വിറ്റു എന്ന് പറഞ്ഞത് അതീവ ഗൗരവമായൊരു വിഷയമാണ്. തൻ്റെ അതിന് തെളിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ജാതി മതഭേദമന്യേ വിശ്വാസികളും അവിശ്വാസികളും ബഹുമാനിക്കുന്ന മതേതര കേരളത്തിന് അഭിമാനമായ ശബരിമലയിൽ നിന്ന് നടത്തിയ കൊള്ള ഇങ്ങനൊരു രീതിയിലേക്ക് അത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതറിയാൻ ആഗ്രഹമുണ്ട്. പുകമറ സൃഷ്ടിക്കുകയല്ല ഒരു നേതാവിൻ്റെ കടമ. ഇത്തരം പുകമറകൾ സൃഷ്ടിക്കുന്നതുകൊണ്ടാണ് കേരളത്തിലെ വിവേകശാലികളായ ജനങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനെ ബഹുമാനിക്കുന്നത്. ഇവിടെ CPM എന്തെങ്കിലും രീതിയിൽ ഒരു കളവ് നടത്തിയിട്ടുള്ളൂ. അല്ല, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് ഈ നിമിഷം വരെ 9 വർഷവും ഏതാണ്ട് 9 മാസവും കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിലെ ഇതുപോലെയുള്ള ഈ 2 മന്ത്രിസഭയെക്കുറിച്ചും 1 രൂപയുടെ അഴിമതി ആരോപണങ്ങൾ വിടുപിടക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് അത് ഒരു പരിധിവരെ എനിക്ക് ശരിയാണെന്ന് തോന്നുക. VD സദസ്സിനെ പോലുള്ളവർക്ക് പോലും പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ എവിടെയാലും ഒഴിമാറിയിട്ടുണ്ടോ? അനാവശ്യമായി ഇവർ കൊണ്ടുവരുന്ന വാദമുഖങ്ങളെ ഇവർക്ക് തന്നെ നിലനിൽക്കാൻ പറ്റാത്ത രീതിയിൽ തളർന്നു പോകുന്നൊരു പ്രതിപക്ഷത്തല്ലേ കേരളം കാണുന്നത്. നിങ്ങൾ മാധ്യമങ്ങളിൽ എത്ര പേര് ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്? 1-2 മാധ്യമങ്ങൾ വിഷ്വൽ മീഡിയയിൽ. ബാക്കി എല്ലാവരും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. CPM എങ്ങനെ വിചാരണ ചെയ്യാം, CPM എങ്ങനെ താർക്കാം, കേരളത്തിൽ ചെറിയ ദൂരത്തിൽ മാത്രമുള്ള CPM ഇന്ത്യയിൽ ഇല്ലാതാക്കാൻ നിങ്ങൾ റിസർച്ച് ചെയ്യുന്നില്ലേ? എന്നിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഞാൻ ഇന്നലെ മലപ്പുറം ജില്ലയിൽ ഒരു പര്യടനത്തിന് പോയിരുന്നു, ചെറുതായിട്ട്, കാര്യമായ വലിയ വൻവേദിയിലൊന്നുമില്ല. എനിക്ക് അവിടെ നിന്ന് കിട്ടിയ മറുപടി എന്നതറിയാം. അവിടെ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് തെറ്റാണെന്ന് തന്നെയാണ്. അവരിലെ വലിയൊരു വിഭാഗം ആ വിശ്വാസ സമൂഹത്തിനോട് ചേർന്ന് അതിൽ വിശ്വസിക്കുന്നവരല്ല. അവരും പറഞ്ഞു അത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞവർ ഞങ്ങളെപ്പോലുള്ള ഈ ചർച്ചകളിൽ വരുന്നുണ്ട്. ഞാനൊക്കെ ആദ്യം മുതലേ ആ കള്ളന്മാരെ പിടിച്ചോണ്ട് പേര് വരെ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ പത്മകുമാറിന്റെ. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇതിനെയൊന്നും ന്യായീകരിച്ച കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കത്തില്ല. രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്യും, അതിന് അവകാശമുണ്ട്, അത് ന്യായമാണ്, അതിന്റെ സത്യാവസ്ഥയാണ് ഞാൻ ഈ ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ CPM ഡിഫൻസിലാണ്. CPM ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ ജനങ്ങളുടെ മുമ്പിൽ വിചാരണ നേരിടുവാണ്. CPM കൊള്ള നടത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരെ നിങ്ങൾ കാണിച്ചിരാവോ? CPM പാർട്ടി അംഗത്തുള്ള ഒരുത്തരം അതിനകത്ത് പെട്ടറുണ്ട്. അത് സത്യമാണ്. അത് ഞങ്ങൾ നോക്കിയിരിക്കുന്നു. 5 ലക്ഷത്തോളം അംഗങ്ങളുള്ള മഹാഭൂരിപക്ഷം സഹയാത്രികളുള്ള കോൺഗ്രസ് തെളിവ് സഹിതം ഹാജരാക്കാനായിരുന്നല്ലോ. ഈ രമേശ് ചെന്നിത്തല പോലും ഇപ്പൊ ഇന്ന് പുകമറ സൃഷ്ടിച്ചില്ലേ? ആരാ സാറേ? പത്മകുമാറിന്റെ കാര്യം പറയായിരുന്നു സജ്ജന. ഞാൻ ചോദിച്ചതല്ല, കേരളത്തിൽ ആരും അങ്ങനെ വിചാരിക്കുന്നില്ല എന്നതാണ് നിങ്ങളുടെ ഒരു പോയിന്റ് അല്ലേ? അങ്ങനെ ആരും വിചാരിക്കുന്നില്ല. അപ്പൊ അതിനകത്ത് ഒരു കൗണ്ടർ മെക്കാനിസം എടുക്കേണ്ട കാര്യമില്ല. ആളുകൾ ഇതിനകത്ത് CPM പങ്കൊന്നുമില്ല എന്നാണ് ശരിയായിട്ട് വിചാരിക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള മാത്രം. നിഷാദേ, ഞാൻ അതിനല്ലേ കഴിഞ്ഞ ക്വസ്റ്റിന് മറുപടി പറഞ്ഞേ. അത് ജനങ്ങൾ വിചാരണ ചെയ്യും, അത് യാതൊരു തർക്കമില്ല. ആ വിചാരണയ്ക്ക് മാത്രമേ കുതിര ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിചാരണ നേരിടുന്ന ഒരു പാർട്ടിയായി പാർട്ടി. അതുകൊണ്ടല്ലേ ആ വിചാരണ നടത്തിയിട്ട് ജനങ്ങൾക്ക് ബോധ്യം വന്നത് ഈ പാർട്ടി കള്ളക്കൂട്ടമല്ലെന്നുള്ളവരും ജനങ്ങളുടെ വിധിയെഴുത്തിലൂടെ തെളിയില്ലേ? ഇപ്പൊ നമുക്ക് കാണാം, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമല്ലേ, എങ്ങനെ റിസൾട്ട് വേണമെന്ന് നമുക്ക് കാണാം. കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുള്ള വിശ്വാസയോഗ്യമല്ലാത്ത ഒരു മിഷനിലാണ് ഇത് കുത്തിവെക്കുന്നത്. ആ സാധനത്തിന്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പറയാം. ഇത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ആൾക്കാർ ആലോചിക്കുന്നത് എന്താണ്? ഇപ്പൊ ഈ പഞ്ചായത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ പിണറായി വിജയൻ മാറുമോ എന്ന് ആലോചിച്ചാൽ മാറില്ലല്ലോ, എങ്ങനെ വോട്ട് ചെയ്താലും. സോ അതുകൊണ്ട് ഈ സ്റ്റേറ്റ് പൊളിറ്റിക്സും അവിടെയുള്ള വിഷയങ്ങളെല്ലാം ലോക്കൽ ബോഡിയിൽ റിഫ്ലക്ട് ചെയ്യാൻ പോവുകയാണ്. അതൊരു സ്പെസിഫൻ ആയിരിക്കും, സെമി ഫൈനലായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നതിൽ എന്തുമാത്രം ശരിയുണ്ട്? അത് ഒരു മിനിറ്റ്, അതിനെക്കുറിച്ച് നമ്മുടെ റെജി ലൂക്കോസ് ആവർത്തി പറയുന്നൊരു കാര്യമുണ്ട്. അതിനോട് തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തിയതിന് തെറ്റാണ്. കാര്യം പ്രതിപക്ഷ നേതാവ് രമേശൻ ഉന്നയിച്ച വാദങ്ങളെല്ലാം കോടതി തള്ളിപ്പോയി. പ്രതിപക്ഷ നേതാവിൻ്റെ വാദങ്ങൾ തള്ളിപ്പോവും. ഈ സോളാർ ബാർക്കോഴ പ്രശ്നത്തിലല്ലേ നിങ്ങൾ അധികാരത്തിൽ വന്നത്? അത് എവിടെ പോയി കിടക്കണം? അപ്പോൾ അത് എവിടെ തള്ളി എന്ന് വെച്ചാൽ ദയനീയമല്ലേ സ്ഥിതി? എന്നിട്ട് അതെ, ബാർക്കോഴയുടെ ആൾക്കാർ അപ്പുറത്തുണ്ട്. അതിൻ്റെ പേരിലാണ് കയ്യാങ്കളി നിയമസഭ നടത്തിയത്. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. പ്രതിപക്ഷമായിട്ട് പ്രതിപക്ഷം പല ഉന്നയിക്കും, ചിലത് അംഗീകരിക്കും, ചിലത് തള്ളിപ്പോവും. പിന്നെ രണ്ടാമത്തെ കാര്യം മാൻഡേറ്റിനെ കുറിച്ച്. നരേന്ദ്രമോദിയുടെ മാൻഡേറ്റിനെ പരോക്ഷമായി അംഗീകരിക്കുകയാണ് റെജി ലൂക്കോസ് ചെയ്യുന്നത്. ഗുജറാത്തിൽ ആവർത്തിച്ച് വരുന്നു. എന്ന് വെച്ചാൽ ഗുജറാത്ത് മോഡ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യയിൽ ആവർത്തി അധികാരത്തിൽ വരുന്ന മോഡി അംഗീകരിക്കും. അപ്പോൾ പിന്നെ മാൻഡേറ്റ് കൊണ്ട് നിങ്ങൾ പറയരുത്. ജനാധിപത്യത്തിൽ മാൻഡേറ്റ് കിട്ടിയെന്നുള്ളത് കൊണ്ട് എന്ത് തോന്നിയാസവും എന്തും ചെയ്യാനുള്ള അധികാരമൊന്നും ഒരാൾക്കും ഇല്ല. അങ്ങനെ മാൻഡേറ്റ് അല്ല, മാൻഡേറ്റിന് പുറത്തൊന്നുമില്ല. മാൻഡേറ്റ് മാറി വരും.
അങ്ങനെ നരേന്ദ്രമോദി ചെയ്യുന്നൊക്കെ ശരി അംഗീകരിക്കേണ്ടി വരും. ജനവിധി എന്ന് പറഞ്ഞത് അതെ ജനവിധി. അപ്പം അങ്ങനെയാണ് നിങ്ങൾ ഇത്രയേ ഉള്ളൂ ജനവിധി. അപ്പോൾ നമ്മുടെ സമയം നരേന്ദ്രമോദി ജനവിധി ശരിയാണെന്നും അത് നമ്മൾ അംഗീകരിക്കും. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. അദ്ദേഹം അയോധ്യയുടെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചാൽ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയത്. അപ്പോൾ അയോധ്യ രാമക്ഷേത്രം മടിയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ പോയി ചെയ്ത കാര്യങ്ങളൊക്കെ. ചോദ്യം സാറിനോട് റെസ്പെക്റ്റോട് ചോദിക്കുന്നു, നരേന്ദ്രമോദി എങ്ങനെയാണ് മൂന്നാം വട്ടം ഇന്ത്യയിൽ ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രിയായെന്നുള്ള വാരണാസി സഹിതമുള്ള മണ്ഡലത്തിലെ ഉദാഹരണങ്ങളും ഓട്ചോരിയും ഇവർ കമ്മീഷൻ അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് കേരളത്തിൽ? രാഹുൽ ഗാന്ധി കൊണ്ടുവന്നാണ് അത് പറയാൻ ഞങ്ങളാണ്. ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ബ്യൂറോയാണ് ആദ്യമായിട്ട് അതിനെതിരെ, ജോൺ ബ്രിട്ടാസ് ആണ് അതിനെതിരെ ആദ്യമായിട്ട് പാർലമെന്റ് ചോദ്യം ഉന്നയിച്ചറിയോ? അല്ല, ഞാനേ ഇതിന്റെ അകത്ത് റെജി ലൂക്കോസ് പറഞ്ഞ കാര്യം അല്ല റെജി ലൂക്കോസ് പറഞ്ഞ കാര്യം വളരെ ശരി, അംഗീകരിച്ചു. പക്ഷേ ഇതൊക്കെ നമ്മുടെ ആരോപണ സ്ഥലത്തിന് എപ്പോഴും നിൽക്കുന്നത്. ആരോപണ സ്ഥലത്തൊക്കെ കോടതി അംഗീകരിച്ചോ? ഇത് കോടതി അംഗീകരിച്ചില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഞാൻ അംഗീകരിക്കും, ഞാനും നിങ്ങളും അംഗീകരിക്കും, നമ്മൾ 3 പേര് അംഗീകരിക്കും, നമ്മൾ 4 പേര് അംഗീകരിച്ചു വരും. പക്ഷേ അതല്ലോ ജനവിധി ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ മാൻഡേറ്റുകൾ നിങ്ങൾ ഉദാത്തവൽക്കരിക്കും. മാൻഡേറ്റ് പ്രസക്തിയുണ്ട്, ജനവിധിക്ക് പ്രസക്തി ഇല്ല പറയില്ല. കാര്യം ജനാധിപത്യത്തിൽ അതിനെങ്ങനെ ജനവിധി എന്ന് പറയുന്നത്? ഒറ്റ മുറിക്കകത്ത് 500 വോട്ടൊക്കെ തിരികെ കയറ്റിയതിനെങ്ങനെ ജനവിധിയായിട്ട് പറയാം? ആ ജനവിധിയുള്ള വോട്ട് മാറ്റി വെക്കുക സാറ്, ഞാനും ജനവിധിയായിട്ട് അതിനെ ജനവിധിയായിട്ട് പറയണത് തെളിവ് ചെയ്തോണ്ടോ മുമ്പിൽ? അവിടെ മാത്രമല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞ ശരി. അതായത് ഈ മാൻഡേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ വിമർശനം നമ്മൾ അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഈ വിമർശനം നമ്മൾ ഉന്നയിക്കുന്നുണ്ട്. നല്ല ചർച്ച ചെയ്ത് വളരെ ഹെൽത്തി ഡിബേറ്റാ സാർ പറയുമ്പോൾ ഉചിതമായിട്ട് പറയാം. പറയാൻ സമ്മതിച്ചാലേ പറ്റുള്ളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇലക്ട്രൽ ബോണ്ട് മുതൽ നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടതാണ്. ഇതൊക്കെ തന്നെ ശരിയാണ് താനും, നമ്മൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഈ കോടതി അംഗീകരിക്കാത്ത കാര്യമാണ് പലതും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞെങ്കിൽ മാൻഡേറ്റിനെ മാത്രം ഉദാത്തവൽക്കരിച്ചുകൊണ്ട് ഗുജറാത്തിൽ യു പി എ ഭരിക്കുന്ന കാലത്താണല്ലോ ഗുജറാത്തിൽ മോഡി പലതവണ അധികാരത്തിൽ. അപ്പോൾ നമ്മൾ മാൻഡേറ്റ്, അപ്പോൾ അവിടെ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ 2001 മുതൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ശരിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാൻഡേറ്റ് മാത്രം ഉദാത്തവൽക്കരിച്ചുകൊണ്ട് ഒരു സർക്കാരിൻ്റെ നയങ്ങളെല്ലാം ശരിയാണെന്ന് പറയും. നമ്മൾ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് റോളുണ്ട്. ആ പ്രതിപക്ഷം നിരന്തരം വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ശരി തെറ്റുകളൊക്കെ ജനങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. അതുകൊണ്ട് മാൻഡേറ്റ് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും CPM ഉന്നയിക്കുന്നത് ഞങ്ങൾക്ക് മാൻഡേറ്റ് ഉണ്ട് എന്തും ചെയ്യാന്ന്. അങ്ങനെ മാൻഡേറ്റ് ഉണ്ട്, അതൊക്കെ ആർബിട്രറി ആയിട്ട് തീരുമാനങ്ങളാണ്. അങ്ങനെ മാൻഡേറ്റ് അതിനൊന്നല്ല കൊടുത്തില്ല. മാൻഡേറ്റ് ഉണ്ട് സർക്കാർ ചെയ്യാൻ, പക്ഷേ അതിൻ്റെ മാൻഡേറ്റ് എന്തും ചെയ്യാനുള്ളതല്ല. പ്രതിപക്ഷത്തിന് റോളുണ്ട്, ആ റോൾ നിർവഹിക്കാൻ പ്രതിപക്ഷത്തിന് ബാധ്യതയുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ പ്രതിപക്ഷമല്ല. ഇനി രണ്ടാമത്തെ കാര്യം ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ഇലക്ഷൻ ബാധിക്കൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ചില പ്രാദേശിക ഘടകങ്ങൾ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരും. ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചോളം അവിടെ BJP ഒരു വ്യക്തി കൗൺസിലായി മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ആത്മഹത്യ തുടങ്ങിയ വിഷയങ്ങൾ അവിടെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാവാം. അതുപോലെ ഓരോ വിഷയങ്ങളും പ്രാദേശികമായിട്ട് പല വിഷയങ്ങളും പല സ്ഥലങ്ങളിലും ചർച്ചയ്ക്ക് വരുന്നുണ്ടാകാം. അത് തീർച്ചയായിട്ടും ബാധിക്കും. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ അജണ്ട തന്നെയായിരിക്കില്ല ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ, അത് തന്നെയായിരിക്കും നിയമസഭയിൽ. പക്ഷേ അതേസമയം തന്നെ ചില പൊതുഘടകങ്ങൾ പ്രവർത്തിക്കും. കാര്യം ഒരു പൊതുമണ്ഡലം തുറക്കാണല്ലോ, ഇലക്ഷൻ സമയത്ത് ഒരു പൊതുമണ്ഡലം തുറക്കാനുള്ള സമയത്ത് ഡിബേറ്റ് ഉണ്ടാവണേ. ആ ഡിബേറ്റിൽ മുഖ്യമായൊരു വിഷയമാണ് ശബരിമല. പക്ഷേ എനിക്കൊരു വിയോജിപ്പ് സജ്ജൻ ഇബ്രാഹിമോട് പറഞ്ഞത്, അയ്യപ്പ വിശ്വാസികൾ മാത്രം പറയരുത്. അയ്യപ്പ വിശ്വാസികളുടെ മാത്രം പ്രശ്നമായിട്ട് കണ്ടപ്പോൾ എല്ലാവരും അയ്യപ്പ വിശ്വാസികൾ ആവണമെന്നില്ല. അയ്യപ്പ വിശ്വാസികൾ അതിൽ എനിക്ക് റെജി ലൂക്കോസ് പറഞ്ഞ കാര്യത്തോട് കൂടുതൽ താല്പര്യം. കാര്യം ഇത് മതേതര പ്രശ്നം കൂടി എൻ്റെ അകത്തുണ്ട്. ആ കാര്യത്തിൽ ഇത് നടന്നൊരു അയ്യപ്പ പ്രശ്നം മാത്രമല്ല, ഇത് വിശ്വാസപരമായിട്ട് പ്രശ്നം ഉണ്ടായിരിക്കും, ഇല്ല പറയില്ല. പക്ഷേ കവർച്ച എന്നുള്ളൊരു വളരെ സെക്കുലർ പ്രശ്നം എൻ്റെ അകത്തുണ്ട്. സ്വർണ്ണം കട്ട് ഇന്റർനാഷണൽ ആൻറ്റി ട്രേഡ് നടത്തിയിരിക്കുക, അത് ആർക്ക് അംഗീകരിക്കാൻ പറ്റും? ആൻറ്റി ട്രേഡ് നടത്തിയിരിക്കുന്ന ആരോപണമാണ്, നമ്മളങ്ങനെ പറഞ്ഞില്ല, ആരോപണം വന്നിരിക്കുകയാണ്. അത് ആർക്ക് അംഗീകരിക്കാൻ പറ്റും? ഒരു കേരളത്തിൽ ഒരു മനുഷ്യൻ അംഗീകരിക്കാൻ പോകില്ല. അത് ജാതി മതഭേദമെന്ന് ഒരു മനുഷ്യൻ അംഗീകരിക്കാൻ പോകാത്ത കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രശ്നം എല്ലാവരും മനസ്സിലുള്ള കാര്യം. അത് ഒരു സർക്കാർ ഏജൻസി, ബോർഡ്, അതിൽ പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറഞ്ഞാൽ CPM ഉത്തരവാദപ്പെട്ട ഒരു അംഗം ചെയർമാനിരിക്കുന്ന സ്ഥലത്ത് ആ മന്ത്രിക്കെതിരെ ആരോപണം നിലനിൽക്കുന്നുണ്ട്. ആ നിലയിൽ അത് തെളിയിച്ചിട്ടുള്ള വേറെ കാര്യം. പക്ഷേ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എത്ര അന്വേഷണങ്ങൾ ആൾക്കാരെ ബാധിക്കും, ആൾക്കാർ ചർച്ചയിലുണ്ടാകും. അതൊരു അയ്യപ്പ വിശ്വാസികളുടെ മാത്രം പ്രശ്നമല്ല, അത് പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ പ്രശ്നമായിട്ട് വരും. അതുകൊണ്ടാണല്ലോ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാപ്പെടുന്നത് തികച്ചും. അത് രണ്ടാമത്തെ കാര്യം, പഴയ യുവതി പ്രദേശത്തിന് വ്യത്യസ്തമാണ്. അതിൻ്റെ അകത്ത് യുവതി പ്രദേശത്തിൻ്റെ കാര്യത്തിൽ ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇറങ്ങി പുറപ്പെട്ടൊരു കാര്യമാണ് എൻ്റെ അകത്ത്. അത് എത്ര വേഗം വേണം തുടങ്ങിയ വിഷയങ്ങളായാലും ഇതല്ല. അതിന് എൻ്റെ അഭിപ്രായത്തിൽ അതിനെക്കാട്ടും ഗൗരവമായ വിഷയമാണ്.
അത് ഒരു വിശ്വാസം, ഒരു ആചാരപരം വിഷയമായിരുന്നു. ഇതിന്റെ അകത്ത് ഇത് ആചാരത്തേക്കാൾ ഉപരിയായിട്ട് വലിയ കൊള്ളയുടെ പ്രശ്നമാണ്. ഒരു സ്ഥാപനം അത്ര ഗൗരവകരമാനത്തുണ്ട്. കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിവാദം മാത്രമല്ല എന്നുള്ളത്. സജ്ജൽ ഇബ്രാഹിം, നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ വിഷയമായിട്ട് ഉയർന്നു നിൽക്കുമെന്ന് കരുതിയത് സ്വർണ്ണക്കൊള്ളയായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതി ഒഫീഷ്യലായി തന്നെ വന്നു. പിന്നെ ആ വിവാദം പുകഞ്ഞു. അയാൾക്ക് ജാമ്യമില്ല, അയാളെ പുറത്താക്കുന്നു. അയാളെ വെറുതെ പുറത്താക്കാൻ പറ്റില്ല. പുറത്താക്കിയപ്പോഴും അതിന് മുൻപുമെല്ലാം UDF ഒരു കൂട്ടം ആളുകൾ പുറത്താക്കലിനെതിരെ രംഗത്ത് വന്നു. രാഹുലിനെ ന്യായീകരിക്കാൻ സമയം കണ്ടെത്തുന്നു. അന്നും ഇന്നും അതിൽ മുസ്ലിം ലീഗുകാർ പോലും ഉണ്ട്. അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ സവിശേഷമാണ്, പ്രധാനപ്പെട്ടതാണ്. ഇവിടെ സർക്കാരിനെതിരെ നമുക്ക് ഉയർത്താൻ ഒരുപാട് വിഷയങ്ങളുണ്ട് എന്നതിനെ മറന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു വഷളനെ പിന്തുണച്ച് പെയിന്റ് അടിച്ച് നന്നാക്കാനുള്ള പണി കോൺഗ്രസ്സുകാരും എടുത്തു, നിങ്ങളും എടുത്തു. നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പല ആൾക്കാരും ആ വിഷയത്തിൽ മിണ്ടുക പോലും ചെയ്തിട്ടില്ല. കാരണം രാഹുലിനെ വേദനിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട്. നിങ്ങൾ തന്നെയല്ലേ സത്യത്തിൽ നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗവും കൊണ്ടുപോയി തൊലച്ചത്? അല്ല നിഷാദ്, നമ്മൾ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. കേവലം ഒരു വിഷയത്തിലേക്ക് മാത്രം ഒതുങ്ങുന്ന ജനങ്ങളുടെ ഒരു മാൻഡേറ്റ് തീരുമാനിക്കുന്നത് അത്തരത്തിലാണെന്നുള്ള അണ്ടർസ്റ്റേറ്റ്മെന്റ് നമുക്ക് വേണ്ട. കേരളത്തിലെ പൊതുജനം പ്രബുദ്ധരാണ്. ഏത് രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തിയും കഴിവുമുള്ള ജനമാണ്. ആ ജനത്തിനറിയാം ഏത് രീതിയിലാണ് വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടത്, എന്താണ് കേരളത്തിൽ നടക്കുന്നത്. ഞാൻ ചോദിക്കേണ്ടത് നിഷാദേ, ഞാൻ ആദ്യം അതാ പറഞ്ഞു വന്നത്, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണോ, VD സതീശനാണോ, PK കുഞ്ഞാലിക്കുട്ടിയാണോ? അല്ലല്ലോ, UDF അല്ലല്ലോ ഭരിക്കുന്നത്. എന്തുകൊണ്ടാണ് 9 ദിവസമായി നിങ്ങൾ തന്നെ വാർത്ത കൊടുത്തല്ലോ, SIT രാഹുലിന്റെ തൊട്ടടുത്തെത്തി, അതല്ലെങ്കിൽ രാഹുലിന്റെ ലൊക്കേഷൻ കണ്ടെത്തി. എന്തേന്നേ അറസ്റ്റ് ചെയ്യാത്തത്? അറസ്റ്റ് ചെയ്യുന്നേ, ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണല്ലോ, അറസ്റ്റ് ചെയ്യ്. ഒരു കോടതി, തിരുവനന്തപുരത്ത് ജില്ലാ കോടതി ജാമ്യാപേക്ഷ തള്ളി, ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുന്നു. അറസ്റ്റ് തടസ്സമില്ലല്ലോ. എന്തുകൊണ്ടാന്നേ ഇന്നിപ്പോ സ്റ്റാഫിനെയും ഡ്രൈവറെയും, ബാംഗ്ലൂരിൽ എത്തിച്ച സ്റ്റാഫിനെയും ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്ത് നിങ്ങൾ വാർത്ത കൊടുത്തു? എന്താണെന്ന് പിടിക്കാത്തത്? അപ്പോ ഇതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഈ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഈ വാർത്ത ഇങ്ങനെ നിലനിർത്തി, ഇങ്ങനെ ആകാശങ്ങളിൽ പൊതുമണ്ഡലത്തിൽ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് സ്വർണ്ണക്കള്ള അടക്കമുള്ള ഈ സർക്കാരിന്റെ ജനദ്രോഹ വിരുദ്ധ നടപടികൾ മറച്ചു വയ്ക്കുന്നതിനുള്ള ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. അതല്ലെങ്കിൽ എന്താ ഇത്ര പെട്ടെന്ന്? കേരളത്തിലെ പോലീസ് ലോകത്തെ പോലീസിന് തന്നെ മാതൃകയായ പോലീസാ. അവർക്ക് പിടിക്കാൻ കഴിയില്ല എന്നാണോ നിഷാദ് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. 9 ദിവസമായിട്ട്, അതും അയാളത്ര ഈ ആരും അറിയപ്പെടാത്തൊരു മനുഷ്യനല്ല. നിങ്ങളെ കുറെ ആൾക്കാർ ഇപ്പോഴും ഈ പറയുന്ന മാന്യൻ നിരപരാധിയെ വേട്ടയാടി വീഴ്ത്തുന്നു എന്ന കഥ മെനയാൻ നേരം കളയാണ്. ഇല്ല നിഷാദ്, അങ്ങനെയൊന്നുമില്ല. ചില സൈബർ ഹാൻഡിലുകൾ ഏതും തരത്തിൽ പ്രചരിപ്പിച്ചു എന്ന് കരുതി ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആളുകളൊന്നും അത്തരത്തിൽ പ്രതികരിച്ചില്ല. പിന്നെ ഒരു വിഷയം വരുമ്പോൾ എടുത്തു ചാരി പ്രതികരിക്കുക എന്നുള്ള ആ ഒരു സമീപത്തിൽ നിന്ന് മാറിക്കൊണ്ട് പ്രശ്നത്തെ പഠിച്ചുകൊണ്ട് പ്രശ്നത്തിന്റെ ഗതികൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കുക എന്നുള്ളതാണ്. വ്യക്തമായ സമയത്ത് ഉചിതമായ നടപടി UDF എടുത്തല്ലോ. എന്താ നിലപാടെടുത്തത്? കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്, ആ കോൺഗ്രസിന്റെ ഒരു MLA ആണ്, അത് അവരുടെ ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്, അവർക്കത് നടപടിയെടുത്തു. നമുക്കറിയാം, ആ പരാതി കിട്ടി 2026 ജാമ്യം 2025 തള്ളുന്നു. അതിനുശേഷം 2026 തന്നെ KPCC പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞല്ലോ അദ്ദേഹത്തെ പുറത്താക്കി എന്നുള്ളത്. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. പല MLA മാരും അല്ലെങ്കിൽ പല രാഷ്ട്രീയ പ്രവർത്തകരും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, അതല്ലെങ്കിൽ മറ്റ് നമുക്കറിയാം, നമ്മുടെ പൊതുമണ്ഡലത്തിലുണ്ടല്ലോ ആരൊക്കെ എവിടെ നിൽക്കുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ചർച്ചകളൊന്നും അത്തരത്തിലേക്കല്ല പോവേണ്ടത്. നമ്മൾ പൊതുജനത്തെ ബാധിക്കുന്ന, ഇപ്പോൾ ബഹുമാനപ്പെട്ട ദാമോദർ പ്രസാദ് സാർ പറഞ്ഞതുപോലെ, പൊതുജനത്തെ ബാധിക്കുന്ന, കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയം, അതായത് മതേതരത്തിന്റെ പ്രതീകമായ ഈ ശബരിമലയിലെ ഈ ഒരു വിഷയം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മൂട് പടലം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പോകുന്നതാണ് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന ഈ കാര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മറിച്ച് കേരളത്തിലെ പൊതുജനം ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്നത് കേരളത്തിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ, ഈ ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. റജി ലൂക്കോസ്, ഇവിടെ SNDP യോഗം NSSനെയൊക്കെയും സെറ്റിൽ ചെയ്തു. നേരത്തേക്ക് അവർ കഴിഞ്ഞ തവണ ആയിരുന്നെങ്കിൽ അവർ NSS ഒക്കെ നാമജപ ഘോഷയാത്രയായിട്ട് രംഗത്തുണ്ടായിരുന്നല്ലോ. ഇത്തവണ നിങ്ങൾ അവിടെ പൊളിറ്റിക്കലി സെറ്റിൽ ചെയ്തെന്ന് തോന്നുന്നു. കാരണം അവർക്ക് ആർക്കും ഒരു പ്രതിഷേധവും പരസ്യമായി രേഖപ്പെടുത്താനില്ല, ഒരു നാമജപ ഘോഷയാത്രയും കാണാനില്ല. സംഘടനകളെ സെറ്റിൽ ചെയ്തു എന്നതുകൊണ്ട് ജനത്തിനുമൊന്നും ഓർമ്മയുണ്ടായിരിക്കില്ല എന്ന ഓവർ കോൺഫിഡൻസ് ആണോ? ആ സംഘടന പ്രവർത്തിക്കുന്ന മനുഷ്യരല്ലേ, അവർ റോബോട്ട്സ് ഒന്നും അല്ലല്ലോ, AI സംവിധാനമല്ലല്ലോ. ആ രണ്ട് സംഘടനയുടെ നേതാക്കന്മാരും അതിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ അവരെ ആക്ഷേപിക്കുന്ന ചോദ്യമല്ലേ ചോദിച്ചാൽ അവർക്ക് തന്നെ ഒരു ബോധമില്ലാത്തവരാണോ? ആ ചോദ്യം എന്നോട് ചോദിച്ചു നന്നായി. ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ ബോധ്യമായി.
കേരളത്തിൽ നടക്കുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മറ്റുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്ത് നടക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ചേർന്ന പരിപാടിയല്ല, കലാപരിപാടിയല്ലെന്ന് ബോധ്യമായി. ഇവിടെ പ്രിയപ്പെട്ട ഇബ്രാഹിമിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് വളരെ സിമ്പിളാണ് ആ കാര്യങ്ങൾ. നിങ്ങൾ ഈ പറയുന്ന നരവേട്ടക്കാരനെ 40 ദിവസം വീട്ടിൽ പായ്ന്നിരുന്ന ആളെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുത്തുന്നതിൽ നിങ്ങളുടെ യൂത്ത് ലീഗും നിങ്ങളുടെ ലീഗും മത്സരിക്കുകയായിരുന്നു. അത് നിങ്ങൾക്കറിയോ? 18ഓളം വേദികളിൽ കൊണ്ട് അവതരിപ്പിച്ചു. ഇപ്പൊ എവിടെ നിൽക്കുന്നു? ഇപ്പൊ നിങ്ങൾ തള്ളി പറയുന്നു എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തുണ്ടോ? ഈ ആശാസമരത്തിന്റെ വേദിയുണ്ടല്ലോ, ആശാസമരത്തിന്റെ വേദിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു. അപ്പോ പ്രതിപക്ഷ നേതാവിനും അങ്ങോട്ടേക്ക് വരണം. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ വരില്ല എന്ന് അദ്ദേഹം കട്ടായം പറഞ്ഞു. രാഹുലിന് അവിടെ നിന്ന് പോകേണ്ടി വന്നു. പിന്നെ രാഹുലിനെ വേദി കൊടുത്ത് ആദരിച്ചത് യൂത്ത് ലീഗുകാരാണ്. സംശയം എന്താ കരുതുന്നത്? ഞാൻ തെളിവ് വരാം, വീഡിയോ യൂത്ത് ലീഗ് ഒരു വേദിയും രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തിട്ടില്ല. യൂത്ത് ലീഗ് ഒരു വേദിയും രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണം വന്നതിന് ശേഷം ലൈവ് ആയത് എവിടെ? പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ. നിങ്ങളുടെ വേദിയിൽ വിഷ്വൽസ് തരാം. ഞാൻ ആ ഉത്തരവാദിത്തോടെ പറയുന്നത്. ആരോപണത്തിന് കേസെടുത്തതിന് ശേഷമല്ല, ആരോപണം വന്ന് അയാളെ പുറത്താക്കിയ ശേഷം കാര്യം പറഞ്ഞു. സസ്പെൻഡ് ചെയ്ത കാര്യം, സസ്പെൻഷൻ കിട്ടിയ ശേഷം വളരെ വ്യക്തമായി പറയുന്നു. ആരോപണം വന്നതിന് ശേഷം പാലക്കാടുത്തെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പരിപാടികളിലല്ലാതെ ഒരു സ്ഥലത്തും ഒരു പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിട്ടില്ല. എന്റെ കയ്യിൽ വീഡിയോ ഇരിക്കാന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് ലീഗിന്റെ പരിപാടിയിൽ ജനങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ സ്ഥലം വേണം ഇപ്പൊ പറഞ്ഞുതരാം. എന്റെ സമയം പോയി. ജനങ്ങളോട് തന്നെ പറയുന്ന ഏത് പരിപാടി ഞാൻ പറയുന്നില്ല. വളരെ വ്യക്തമായി ഔദ്യോഗികമായ യൂത്ത് ലീഗിന്റെ ഒരു പരിപാടിയിൽ ഒരു സംസ്ഥാന യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ഏതെങ്കിലും ഒരു പാലക്കാട്ടെ MLA എന്ന നിലയിൽ അദ്ദേഹം അവിടെ പങ്കെടുത്ത് കാണാം. പാലക്കാട് കല്ലടിക്കോട് നടന്ന യൂത്ത് ലീഗിന്റെ പൊതുസമ്മേളനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. ലൈംഗികാരോപണ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗത്തിൽ രാഹുൽ അതിഥിയായി അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചിട്ടുണ്ടാവാം. പാലക്കാട്ടെ MLA എന്ന് പറഞ്ഞ അദ്ദേഹം പങ്കെടുത്ത ഔദ്യോഗിക പരിപാടിയല്ല, മുസ്ലിം യൂത്ത് ലീഗിന്റെ പരിപാടിയാണ്. പങ്കെടുപ്പിച്ചു. ഏത് ലൈംഗികാരോപണ കേസിൽ സസ്പെൻഷൻ നിൽക്കുന്ന ആള് മുസ്ലിം യൂത്ത് ലീഗിന്റെ പരിപാടി പാലക്കാട്ടെ MLA എന്ന നിലയിൽ അദ്ദേഹം പങ്കെടുത്തു. അങ്ങനെ പാലക്കാട്ടെ MLA എന്ന നിലയ്ക്ക് ഞാനുള്ള പരിപാടിയിൽ പങ്കെടുക്കേണ്ട അദ്ദേഹം എന്ന് പാലക്കാട്ടെ MLA എന്ന സ്ഥിതിക്ക് പോലും എന്റെ കൂടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് ശേഷവും നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തു. നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. അത് വേറെ കാര്യമാണ്. അല്ലല്ല നിഷാദെ, ആ ചർച്ച വഴിതിരിച്ചു വിടണം. നമ്മുടെ വിഷയം ആ വിഷയത്തിലേക്ക് ഈ വിവാദങ്ങൾക്കെല്ലാം മേലെ കൂടി സ്വർണ്ണക്കൊള്ള ജനം ചർച്ച ചെയ്യുമോ, ജനം കേരളത്തിന്റെ മന്ത്രിമാർ. ശരി, താങ്ക് യു റജി ലൂക്കോസ്, സജ്ജൽ ഇബ്രാഹിം, ദാമോദർ പ്രസാദ്.